ഹലോ നമസ്കാരം. ടാലൻറ്റ് അക്കാഡമിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ പേര് ആനന്ദ്. അപ്പോൾ നമ്മൾ ഇന്ന് KS കഴിഞ്ഞ പ്രിലിംസിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളൊന്ന് അനലൈസ് ചെയ്യാൻ പോവുകയാണ്. ഏതൊക്കെ ഭാഗത്തു നിന്നാണ് ക്വസ്റ്റ്യൻസ് വന്നത്, അതിൻ്റെ ആൻസർ എന്താണ്, എവിടെ നിന്നൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ആ ഒരു കേസിൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ, നമ്മുടെ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു പാർട്ടിൽ പറയുകയാണ് എന്നുണ്ടെങ്കിൽ അതിനകത്തുള്ള എല്ലാ കാര്യങ്ങളും, കോൺസ്റ്റിറ്റ്യൂഷൻ റിലേറ്റഡ് എല്ലാ കാര്യങ്ങളും വന്നിട്ടുള്ളത് നമ്മുടെ ലക്ഷ്മികാന്ത് സാറിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ്. ഇന്ത്യൻ പൊളിറ്റി ലക്ഷ്മികാന്തിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കാൻ പറ്റുമ്പോൾ നമ്മുടെ KS മാത്രമല്ല, സിവിൽ സർവീസിനാണെങ്കിലും ശരി, നമ്മുടെ PSCയുടെ ഡിഗ്രി ലെവൽ പരീക്ഷകളാണെങ്കിലും ശരി, എല്ലാത്തിനും നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്കുള്ള ഒരു ആധികാരികമായിട്ടുള്ള പുസ്തകം എന്ന് പറയുന്നത് നമ്മുടെ ലക്ഷ്മികാന്തിൻ്റെ പുസ്തകം തന്നെയാണ്. അപ്പോൾ അതിൽ നിന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് അതേപോലെ ഒരു മാറ്റമില്ല, ഒരു കുത്തും കോമയും മാറ്റമില്ല, ഒരു വാക്ക് പോലും അങ്ങോട്ട് മാറ്റമില്ല, എല്ലാം അതേപോലെ തന്നെ എന്ത് ചെയ്യാനും നമ്മുടെ ക്വസ്റ്റ്യൻസ് ആയിട്ട് വന്നിരിക്കുകയായിരുന്നു നമുക്ക് ചെയ്തിരുന്നത്. അപ്പോൾ ഇനി എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരും, ഇനിയിപ്പോൾ വരാൻ പോകുന്ന KSൻ്റെ പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരും ഇതൊന്ന് മനസ്സിൽ കണ്ടുകൊണ്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം കേട്ടോ. കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഈ ഒരു പുസ്തകത്തിനെ ഒന്ന് മനസ്സിൽ കണ്ടുകൊണ്ട് ഫോളോ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ നിങ്ങൾക്ക് എന്തായിരിക്കും എളുപ്പമായിട്ടുള്ളൊരു കാര്യം തന്നെയായിരിക്കും. അതിൻ്റെ കൂടുതൽ നമ്മുടെ ക്ലാസ്സുകളോട് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാർക്കുകൾ സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്കിനി ഓരോ ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ നമുക്കിനി ആദ്യത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. നമ്മുടെ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ പാർലമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പാർലമെൻറ്റിലെ പ്രൈവറ്റ് ബിൽസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ് നമുക്ക് വന്നിട്ടുള്ളത്. പാർലമെൻറ്റിൽ പ്രൈവറ്റ് ബിൽസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യമാണ് നമുക്ക് തന്നിട്ടുള്ളത്. നോക്കി, നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മുടെ ഈ പറയുന്ന ലക്ഷ്മികാന്ത് സാറിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ അത് നിങ്ങൾ നോക്കിയാൽ അതിന് പ്രൈവറ്റ് ബില്ലും ഓർഡിനറി ബില്ലും തമ്മിൽ ഉള്ള ഒരു ക്ലാസിഫിക്കേഷൻ ആയിട്ട് തന്നിട്ടുണ്ട്. അതിനകത്ത് ഈ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ്സുകൾ അതേപോലെ തന്നെ നമുക്ക് തന്നിട്ടുണ്ട്. ഒരു മാറ്റവും നമുക്ക് നിങ്ങൾ എടുത്ത് നോക്കിയാൽ മതി, പാർലമെൻറ്റ് സെഷനിൽ നമുക്കുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് എബൌട്ട് ദ പ്രൈവറ്റ് bill in the Indian Parliament is not correct. സ്റ്റേറ്റ്മെന്റ് നമ്മൾ തന്നിട്ടുള്ളത് 4 സ്റ്റേറ്റ്മെന്റ്, അതിനകത്ത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് നോട്ട് കറക്റ്റ്. തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏത് എന്നുള്ള ചോദ്യം ആരുമായിട്ട് ബന്ധപ്പെട്ടാണ്? പാർലമെന്റ് നമ്മൾ അവതരിക്കുന്ന പ്രൈവറ്റ് ബില്ലുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ എനി മെമ്പർ ഓഫ് ദ പാർലമെന്റ് അതർ ദാൻ ദ മിനിസ്റ്റർ. 2, ഇറ്റ്സ് ഡ്രാഫ്റ്റിംഗ് ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ മെമ്പർ കൺസേൺഡ്. ഇറ്റ്സ് റിജക്ഷൻ ബൈ ദ ഹൗസ് ഹാസ് നോ ഇംപ്ലിക്കേഷൻ ഓൺ ദ പാർലമെന്ററി കോൺഫിഡൻസ് ഇൻ ദ ഗവൺമെന്റ് ഓർ ഇറ്റ്സ് റെസിഗ്നേഷൻ. ഇറ്റ്സ് ഇൻട്രൊഡക്ഷൻ ഇൻ ദ ഹൗസ് റിക്വയർസ് 7 days notice. ഓക്കെ, അപ്പോൾ നമ്മൾ 4 സ്റ്റേറ്റ്മെന്റ് തന്നിരിക്കുന്നു. ഈ 4 സ്റ്റേറ്റ്മെന്റുകൾ നമ്മുടെ പ്രൈവറ്റ് ബില്ലുമായിട്ട് ബന്ധപ്പെട്ട് തെറ്റായിട്ട് സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇത് നമ്മുടെ പാർലമെന്റിൽ മിനിസ്റ്റർ അല്ലാതെ ഏത് മെമ്പർക്ക് വേണമെങ്കിലും പ്രസന്റ് ചെയ്യാം. ഇത് ആരാണോ അവതരിപ്പിക്കുന്നത് അദ്ദേഹമാണ് അതിൻ്റെ ഡ്രാഫ്റ്റ് ചെയ്യേണ്ട ചുമതല അദ്ദേഹത്തിനുള്ളത്. ഇത് പാർലമെന്റ് നമ്മൾ പാസ്സാക്കുന്നത് റിജക്ട് ആവുകയാണ് എന്നുകൊണ്ട് നമ്മൾ എന്താണ് നോ കോൺഫിഡൻസ് മോഷൻ വരാനോ അല്ലെങ്കിൽ അതുമൂലം നമ്മുടെ മന്ത്രിസഭ താഴെ വീഴാനുള്ള ചാൻസുകളൊന്നുമില്ല. ഇത് അവതരിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നേരത്തെ കൂട്ടി തന്നെ നമ്മൾ 7 ദിവസം മുമ്പ് തന്നെ നമ്മൾ എന്ത് കൊടുത്തിരിക്കും, ഒരു നോട്ടീസ് പീരീഡ് കൊടുത്തിട്ട് നോട്ടീസിന് ശേഷം മാത്രമേ നമുക്ക് അവതരിപ്പിക്കാൻ പറ്റൂ. തെറ്റാണ് സ്റ്റേറ്റ്മെന്റ് ചെയ്ത് എന്നുള്ള ചോദ്യം. നോക്കിയേ, നമ്മൾ പ്രൈവറ്റ് ബില്ലും ഉണ്ട്, നമ്മുടെ ഓർഡിനറി ബില്ലുകളും ഉണ്ട്, നമുക്ക് സാധാ ബില്ല് പബ്ലിക് ബിൽസുകളും ഉണ്ട്. അപ്പോൾ നോക്കി, നമ്മൾ പ്രൈവറ്റ് ബില്ല് എന്ന് പറയുമ്പോൾ അത് എന്താണ്, നമ്മുടെ മിനിസ്റ്റേഴ്സ് അല്ലാതെ ബാക്കിയുള്ള മെമ്പർമാർ അവതരിപ്പിക്കുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, നമ്മുടെ പ്രൈവറ്റ് ബില്ല് എന്ന്, സ്വകാര്യ ബില്ല് എന്ന് നമ്മൾ പറയും. അത് പബ്ലിക് ബില്ലാണ് എന്നുണ്ടെങ്കിൽ അത് ആരായിരിക്കും, മിനിസ്റ്റേഴ്സ് ആയിരിക്കും പബ്ലിക് ബില്ല് അവതരിപ്പിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ഇറ്റ് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ എ മെമ്പർ ഓഫ് ദ പാർലമെന്റ് അതർ ദാൻ ദ മിനിസ്റ്റർ എന്നാണ്. മിനിസ്റ്റർ അല്ലാതെ പാർലമെന്റ് വേറെ ഏതെങ്കിലും അംഗങ്ങൾ. അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്, ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ശരി തന്നെയാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഈസ് ഡ്രാഫ്റ്റിംഗ് ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ മെമ്പർ കൺസേൺഡ്. അത് നോക്കിയേ, ഏത് മെമ്പറാണോ ആ ഒരു ബില്ല് തയ്യാറാക്കുന്നത്, ആ ബില്ല് പ്രസന്റ് ചെയ്യുന്ന അദ്ദേഹത്തിന് ഉത്തരവാദിത്തമാണ് ആ ബില്ല് എന്ത് ചെയ്യുക, ഡ്രാഫ്റ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും എന്ത് തന്നെയാണ്, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും ശരി തന്നെയാണ്. ഇനി മൂന്നാമത്തെ, ഇറ്റ്സ് റിജക്ഷൻ ബൈ ദ ഹൗസ് ഹാസ് നോ ഇംപ്ലിക്കേഷൻ ഓൺ ദ പാർലമെന്ററി കോൺഫറൻസ് ഇൻ ദ ഗവൺമെന്റ് ഓർ ഇറ്റ്സ് റിജക്ഷൻ എന്നാണ്. ഒരു പ്രൈവറ്റ് ബില്ല് പാർലമെന്റ് അവതരിപ്പിച്ച് അത് പാസ്സാക്കി എടുക്കാൻ പറ്റുന്നില്ല എന്ന് കരുതി അത് നമ്മുടെ ഗവൺമെന്റ് റൂളിംഗ് പാർട്ടിയിൽ യാതൊരു ഇംപ്ലിക്കേഷൻസും ഉണ്ടാക്കാൻ പോകുന്നില്ല. നോക്കി, അല്ല അതുകൊണ്ട് നമ്മളിപ്പോൾ മിനിസ്റ്റേഴ്സ് അവതരിപ്പിക്കുന്ന ഒരു ബില്ലാണ്, പബ്ലിക് ബില്ലൊക്കെയാണ് എന്നുണ്ടെങ്കിൽ അത് ഒരുപക്ഷെ പാർലമെന്റിൽ അത് പാസ്സാക്കി എടുക്കാൻ പറ്റുന്നില്ല എന്ന് നോക്കിക്കേ, അതിൻ്റെ അർത്ഥം എന്താണ്? ഇപ്പോൾ ലോക്സഭയിൽ പാസ്സാക്കാൻ പറ്റുന്നില്ല, അതിൻ്റെ അർത്ഥം എന്താണ്? ആ റൂളിംഗ് പാർട്ടിക്ക് ലോക്സഭയിൽ അവിടെ എന്ത് സംഭവിച്ചു, ഒരു മെജോറിറ്റിയിൽ ഒരു ഡിക്ലൈൻ സംഭവിച്ചു എന്നല്ലേ അതിൻ്റെ അർത്ഥം വരുന്നത്. അപ്പോൾ വേണമെങ്കിൽ പ്രതിപക്ഷ പാർട്ടിക്ക് എന്ത് കൊണ്ടുവരാവുന്നതാണ്, നോ കോൺഫിഡൻസ് മോഷൻ കൊണ്ടുവരാവുന്നതാണ്. നോ കോൺഫിഡൻസ് മോഷൻ കൊണ്ടുവരാൻ ഏതിൻ്റെ കേസിലാണ്, നമ്മുടെ പബ്ലിക് ബില്ലുകളുടെ കേസിൽ, മിനിസ്റ്റർ അവതരിപ്പിക്കുന്ന ബില്ലിൻ്റെ കേസിൽ. അപ്പോൾ അത് പാസ്സാക്കി എടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്, റൂളിംഗ് പാർട്ടിക്ക് അവിടെ മെജോറിറ്റിയിൽ എന്തോ ചെറിയൊരു പ്രശ്നം സംഭവിച്ചു. അപ്പോൾ
വേണമെങ്കിൽ പ്രതിപക്ഷ പാർട്ടിക്ക് എന്ത് കൊണ്ടുവരാം? നോ കോൺഫിഡൻസ് മോഷൻ കൊണ്ടുവരാവുന്നതാണ്. ഓക്കെ, അപ്പോൾ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റും എന്താണ്? ശരി തന്നെയാണ് അല്ലേ? പ്രൈവറ്റ് ബിൽസിന്റെ കേസിൽ അങ്ങനെ ഒരു പ്രശ്നമില്ല. ഇനി നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിയേ, ഇറ്റ്സ് റിജക്ഷൻ ഇൻ ദ ഹൗസ് റിക്വയർസ് 7 days നോട്ടീസ് പീരീഡ് എന്നാണ് പറയുന്നത്. 7 ദിവസത്തെ നോട്ടീസ് പീരീഡ് കൊടുത്തിട്ട് വേണം എന്ത് ചെയ്യാൻ? നമ്മൾ ഈ ബില്ല് അവതരിപ്പിക്കാൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ ഈ 7 days എന്ന് പറഞ്ഞാൽ അതെന്താണ്? ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. നമുക്ക് 7 days നോട്ടീസ് പീരീഡ് അല്ല, 7 days നോട്ടീസ് പീരീഡ് അല്ല. 7 എന്ന് വെച്ചാൽ അത് തെറ്റാണ്. നമ്മൾ എത്ര ദിവസത്തെ നോട്ടീസ് പീരീഡ് ആണ്? ആ 30 days അല്ലെങ്കിൽ 1 month ആണ്. 30 days 30 ദിവസം അല്ലെങ്കിൽ 1 മാസത്തെ നോട്ടീസ് പീരീഡ് ആണ്. 30 days അല്ലെങ്കിൽ 1 month നോട്ടീസ് പീരീഡ് ആണ് നമുക്ക് കൊടുക്കേണ്ടത്. നമ്മുടെ ചോദ്യം എന്തായിരുന്നേ? തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏത് എന്നുള്ള ചോദ്യം. തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ്? ഓപ്ഷൻ ഡി തന്നെയാണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. ഓപ്ഷൻ ഡി തന്നെയാണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ കറക്റ്റ് റിഗാർഡിംഗ് ദ ഫെഡറലിസം? കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് പറയുന്നത്. നമുക്ക് ചോദ്യം നമ്മൾ നോക്കി വായിക്കണം കേട്ടോ. ചോദ്യം നമ്മൾ ആദ്യം നല്ലതുപോലെ മനസ്സിലാക്കണം. ചിലപ്പോൾ നമ്മൾ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് ആണ്, ചിലപ്പോൾ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് ആണ്, ചിലപ്പോൾ ട്രൂ റോങ് എന്നൊക്കെ നമുക്ക് ചോദിക്കും. അപ്പോൾ ക്വസ്റ്റ്യൻ നല്ലതുപോലെ ആദ്യം മനസ്സിലാക്കി എന്നിട്ട് ഓപ്ഷൻസിലേക്ക് പോവുക. നമുക്കൊരു തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, ചോദ്യം നമ്മൾ എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ഫെഡറലിസത്തിനെ കുറിച്ചാണ് പറയുന്നത്. ഫെഡറലിസം, ഡ്യുവൽ റൂളിനെ കുറിച്ചൊക്കെ ഉള്ള ഒരു കൺസെപ്റ്റാണ്. സ്റ്റേറ്റിന്റെ യൂണിയന്റെ ഒരു പാർട്ടിസിപ്പേഷൻ വരുമ്പോഴാണ് നമുക്ക് ആ ഒരു ഫെഡറലിസം എന്നുള്ള കൺസെപ്റ്റിലേക്ക് നമ്മൾ പോകുന്നത് അല്ലേ. അപ്പോൾ ആ 3 നമുക്ക് എത്ര സ്റ്റേറ്റ്മെന്റ്? 4 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ കോഡ് തന്നിട്ടുണ്ട്. ഇതിനകത്ത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ ഏതൊക്കെയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യൻ ഫെഡറേഷൻ ഈസ് ആൻ ഇൻഡിസ്ട്രക്റ്റബിൾ യൂണിയൻ ഓഫ് ഡിസ്ട്രക്റ്റബിൾ സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞിരിക്കുന്നു. രണ്ടാമത് ഇന്ത്യൻ ഫെഡറേഷൻ ഈസ് ആൻ ഇൻഡിസ്ട്രക്റ്റബിൾ യൂണിയൻ ഓഫ് ഇൻഡിസ്ട്രക്റ്റബിൾ സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞിരിക്കുന്നു. ദ ടേം ഫെഡറേഷൻ ഹാസ് നോവെയർ ബീൻ യൂസ്ഡ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞിരിക്കുന്നു. പാർലമെന്റ് ക്യാൻ മേക്ക് ലോസ് ഓൺ എനി മാറ്റർ in the state list for the implementing the international treaties, agreement or conventions. ഇത്രയാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ നോക്കിയടേ, നമുക്ക് ഇവിടെ നമുക്ക് സ്റ്റേറ്റ്മെന്റ്സ് എന്താ പറയുക? ഇന്ത്യൻ ഫെഡറേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇൻഡിസ്ട്രക്റ്റബിൾ യൂണിയൻ ഓഫ് ഡിസ്ട്രക്റ്റബിൾ സ്റ്റേറ്റ്സ് ആണ്. അതായത് നമ്മുടെ യൂണിയനെ നമ്മൾ അത് ഇന്ത്യൻ ആ യൂണിയനെ നമുക്ക് എന്ത് ചെയ്യാൻ ഒരിക്കലും ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ സ്റ്റേറ്റ്സിനെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഡിസ്ട്രക്ട് ചെയ്യാവുന്നതാണ്. ഒരു സ്റ്റേറ്റിന് നമുക്ക് എപ്പോൾ വേണമെങ്കിലും എന്ത് ചെയ്യാം? മാറ്റാവുന്ന ആ ഒരു കൺസെപ്റ്റ് ആണ് വരുന്നത് അല്ലേ. ഇപ്പോൾ ഇന്ന് നമുക്ക് കേരളമുണ്ട്, നാളെ വേണം ചിലപ്പോൾ നമുക്ക് കേരളം ഇല്ലാതാക്കാം. കേരളം എന്ന സംസ്ഥാനത്തിന് വേറെ സംസ്ഥാനം നമുക്ക് അവിടെ കൊണ്ടുവരാവുന്നതേ ഉള്ളൂ. ഓക്കെ, 2 ഇന്ത്യൻ ഫെഡറേഷൻ ഈസ് ആൻ ഇൻഡിസ്ട്രക്റ്റബിൾ യൂണിയൻ ഓഫ് ഇൻഡിസ്ട്രക്റ്റബിൾ സ്റ്റേറ്റ്സ് ആണ്. നമുക്ക് യൂണിയനെ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാം? ഡിസ്ട്രക്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഈ സ്റ്റേറ്റ്സും അതേപോലെ എന്ത് ചെയ്യാൻ പറ്റില്ല? ഡിസ്ട്രക്ട് ചെയ്യാൻ പറ്റില്ല. മൂന്നാമത് ഫെഡറേഷൻ എന്ന വാക്ക് എവിടെ ഉപയോഗിച്ചിട്ടില്ല. പാർലമെന്റ് വേണമെങ്കിൽ എന്ത് ചെയ്യാം? നമ്മൾ ഈ പറയുന്ന ഇന്റർനാഷണൽ ട്രീറ്റീസും എഗ്രിമെന്റും കൺവെൻഷൻസും ഒക്കെ നടപ്പിലാക്കുന്നതിന് സ്റ്റേറ്റ് ലിസ്റ്റിന് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ലോസ് മേക്ക് ചെയ്യാം. നമുക്ക് കോഡ് തന്നിരിക്കുന്നത് 1, 3, 4 ശരിയാണ്, 2, 3, 4 ശരിയാണ്, 1, 2, 3 ശരിയാണ്, 1, 2, 4 ശരിയാണ്. ഓക്കെ, ഇവിടെ നമുക്ക് ഒരുപാട് നമുക്ക് അറിയാവുന്ന, എല്ലാവർക്കും ഒട്ടുമിക്ക ആൾക്കാർക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് എന്താണ്? ഈ പറയുന്ന മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ് അല്ലേ. ഫെഡറേഷൻ എന്നുള്ള ഒരു വാക്ക് നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ എങ്ങും ഉപയോഗിച്ചിട്ടില്ല. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഫെഡറേഷൻ എന്നുള്ള വാക്ക് നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരിടത്തും ഉപയോഗിച്ചിട്ടില്ല. നമ്മൾ ഇന്ത്യ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെ? യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ് നമ്മൾ ഡിഫൈൻ ചെയ്തത്. ആർട്ടിക്കിൾ നമ്പർ 1 നമ്മൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ആ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ് നമുക്ക് പറഞ്ഞത്. യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. ആർട്ടിക്കിൾ നമ്പർ 1 പറഞ്ഞിരിക്കുന്നത് യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് ഷാൽ ബി യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്. അല്ലാതെ ഇന്ത്യ ഒരു ഫെഡറേഷൻ ആണെന്നോ ക്വാസി ഫെഡറൽ സ്ട്രക്ചർ ആണെന്നോ ഒരിടത്ത് പോലും പറഞ്ഞിട്ടില്ല അല്ലേ. അപ്പോൾ നോക്കി, നമുക്കിവിടെ 3 ആണ് നമുക്കിവിടെ ആ ഒരു കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയാം. അപ്പം നമുക്ക് 3 വരുന്ന ഓപ്ഷൻസ് മാത്രം നമുക്ക് ഇവിടെ നിന്ന് എടുക്കാം. ഏതൊക്കെയാണ് നമുക്ക് 3 വരുന്ന നോക്കിക്കേ. ഓപ്ഷൻ എ വരുന്നുണ്ട്, ഓപ്ഷൻ സി വരുന്നുണ്ട്, ഓപ്ഷൻ ബിയും വരുന്നുണ്ട്, ഓപ്ഷൻ ഡി വരുന്നില്ല. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്ത് കളയാം? ഈ പറയുന്ന ഓപ്ഷൻ ഡിനെ നമുക്ക് എന്ത് ചെയ്യാം? എലിമിനേറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. നമുക്ക് ഈ പറയുന്ന യൂണിയനെ നമുക്ക് ഡിസ്ട്രക്ട് ചെയ്യാൻ നമുക്ക് പറ്റില്ല. പക്ഷെ സംസ്ഥാനങ്ങളെ നമുക്ക് എപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഡിസ്ട്രക്ട് ചെയ്യാവുന്നതാണ് അല്ലേ. ഉത്തർപ്രദേശിൽ തന്നെ മാറ്റി നമ്മൾ പുതിയൊരു സംസ്ഥാനം നമ്മൾ കൊണ്ടുവന്നു, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു സംസ്ഥാനത്തിന് വേണമെങ്കിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും എടുത്ത് കളയാവുന്ന കാര്യങ്ങളേ ഉള്ളൂ അല്ലേ. അപ്പോൾ നോക്കിയേ, ഇൻഡിസ്ട്രക്റ്റബിൾ യൂണിയൻ ആണ്. പക്ഷേ സ്റ്റേറ്റ്സ് ഇൻഡിസ്ട്രക്റ്റബിൾ ആണോ? അല്ല. സ്റ്റേറ്റ്സ് എന്താണ്? ഡിസ്ട്രക്റ്റബിൾ ആണ്. സ്റ്റേറ്റ് ഡിസ്ട്രക്റ്റബിൾ ആണ്. അപ്പോൾ ഒന്നാമത്തത് നമ്മൾ എന്താണ്? ശരിയാണ്. ഒന്നാമത് ശരിയാണ്. ഇത് നോക്കിക്കേ, 1, 3 ആൻസർ വരുന്ന ഏതൊക്കെയുണ്ട്? 1, 3 ആൻസർ വരുന്ന 2 എണ്ണമാണ്. എയും സിയും ആണ് വരുന്നത്. അപ്പോൾ അവിടെ നിന്ന് തന്നെ നമുക്ക് എന്തിനെ എടുത്ത് കളയാം? നമുക്ക് ഈ പറയുന്ന ബി നമുക്ക് എടുത്ത് കളയാവുന്നതാണ്. ഓക്കെ, ഇത് നമ്മൾ നോക്കിയേ. രണ്ടാമത് നോക്കിയേ, ഇന്ത്യൻ ഫെഡറേഷൻ ഈസ് ആൻ ഇൻഡിസ്ട്രക്റ്റബിൾ യൂണിയൻ ഓഫ് ഇൻഡിസ്ട്രക്റ്റബിൾ സ്റ്റേറ്റ്സ് ആണ്. നോക്കിയേ, നമ്മൾ ഈ പറയുന്നു എന്താണ്? ഈ ആദ്യത്തെ നമ്മൾ നോക്കി ഇൻഡിസ്ട്രക്റ്റബിൾ യൂണിയൻ ഓഫ് ഡിസ്ട്രക്റ്റബിൾ സ്റ്റേറ്റ്സ് എന്ന് നമ്മൾ പറഞ്ഞു.
അത് ശരിയാണ്. അപ്പോൾ ഇൻഡിസ്ട്രക്റ്റബിൾ സ്റ്റേറ്റ്സ് എന്ന് വെച്ചാൽ എന്താണ്? അത് അവിടെ നിന്ന് തന്നെ നമുക്ക് തെറ്റാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ രണ്ടാമത്തെ ഓപ്ഷൻ എന്താണ്? തെറ്റാണ്. രണ്ടാമത്തെ ഓപ്ഷൻ നമുക്ക് എന്താണ്? തെറ്റാണ്. അപ്പോൾ രണ്ടില്ലാത്ത ഓപ്ഷൻ ഏതാണുള്ളത് നോക്കിക്കേ. രണ്ടില്ലാത്ത ഓപ്ഷൻ വരുന്നത് 1 ഉം 3 ഉം വരുന്നത്. അത് രണ്ടില്ലാത്ത ഓപ്ഷൻ എ ആണ് വരുന്നത്. നോക്കിയേ, അപ്പോൾ ഈ പറയുന്ന ഓപ്ഷൻ എ ആണ് വരുന്നത്. അപ്പോൾ പിന്നെ നാലാമത്തേൽ നമ്മൾ പോകേണ്ട കാര്യമേ നമുക്കില്ല. നമ്മൾ എലിമിനേഷൻ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്തിരിക്കുകയാണ്. നാലാമത്തേൽ നമ്മൾ പോകേണ്ട കാര്യമില്ല. അപ്പോൾ നമുക്ക് ഏത് വന്നു? ഈ പറഞ്ഞ ഇത് നമുക്ക് ശരിയെന്ന് എടുക്കാം. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഒട്ടുമിക്ക ആൾക്കാർ എക്സാം എഴുതിയ സമയത്ത് ഒട്ടുമിക്ക ആൾക്കാർക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കിയ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മൾ ഈ പറയുന്ന നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. സ്റ്റേറ്റ് ലിസ്റ്റിൽ നമ്മൾ നോക്കി ഇന്റർനാഷണൽ ട്രീറ്റീസും എഗ്രിമെന്റ്സും കൺവെൻഷൻസും ഒക്കെ നടപ്പിലാക്കാൻ സ്റ്റേറ്റ് ലിസ്റ്റിൽ മാറ്റം വരുത്താൻ പാർലമെന്റിന് അധികാരമുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ അറിയാത്ത ഒരുപാട് പേരുണ്ടായിരുന്നു. കൺഫ്യൂഷൻസ് ഒക്കെ വരുത്തിയ ഒരു കാര്യമായിരുന്നു. ഓക്കെ, നമ്മുടെ ആർട്ടിക്കിൾ നമ്പർ 253 253 253 253 ഇതിനെക്കുറിച്ചുള്ള കാര്യം പറഞ്ഞിരിക്കുന്നത്. അതിനെക്കുറിച്ചുള്ള കാര്യം പറഞ്ഞിരിക്കുന്നത് എവിടെയാണ്? 253 പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ശരിയാണ്. അപ്പോൾ നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് അറിയില്ല എങ്കിൽ കൂടിയും നമ്മൾ പറഞ്ഞ ഈ ഒരു എലിമിനേഷൻ മെത്തേഡ് വെച്ച് നമ്മൾ നോക്കാം, നമുക്ക് എന്തായിട്ട് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ആൻസറിലേക്ക് എത്താൻ നമുക്ക് പറ്റുന്നതാണ്. ഈസി ആയിട്ട് ആൻസറിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ഏതാണ്? കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയാണെന്നുള്ളതാലേ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയാണ്? 1 ഉം 3 ഉം 4 ആണ് കേട്ടോ. 1 ഉം 3 ഉം 4 നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ്. ഓക്കെ, 1 ഉം 3 ഉം 4 കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ്. ഓക്കെ, ഇനി നമ്മൾ അടുത്തതിലേക്ക് നമ്മൾ പോവുകയാണ്. നമ്മുടെ രണ്ടാമത്തെ ചോദ്യം നമ്മൾ കഴിഞ്ഞു. മൂന്നാമത്തെ ചോദ്യം നമ്മുടെ എക്സാമിന് നമ്മൾ ആൻസർ ചെയ്യാൻ നമുക്ക് അറിയത്തില്ല എന്ന് നമ്മൾ ഈ ഒരു എലിമിനേഷൻ മെത്തേഡൊക്കെ നമുക്ക് നോക്കാം കേട്ടോ. നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു നമുക്ക് കറക്റ്റ് ആയിട്ട് സ്റ്റേറ്റ്മെന്റ്സ് വരുമ്പോൾ ഏതെങ്കിലും നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇതുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഓപ്ഷൻസ് ആദ്യമേ നോക്കാം. ആ ഓപ്ഷൻ ഉള്ളതെന്നുണ്ടെങ്കിൽ അത് മാത്രം നമ്മളങ്ങ് ചൂസ് ചെയ്യാം. എന്നിട്ട് ബാക്കിയുള്ള നമ്മൾ എന്ത് ചെയ്യുക? അപ്പം തന്നെ നമ്മളങ്ങ് എടുത്ത് കളയാം, എലിമിനേറ്റ് ചെയ്ത് കളയാം. ഓക്കെ, ഇനി നമ്മൾ അടുത്ത മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് കൺസിഡർ ദ ഫോളോ ഡിഫറെൻറ്റ് ഷെഡ്യൂൾസുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു ചോദ്യമാണ് നമ്മുടെ ഇൻ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ വിച്ച് ആർ ദ ഫോളോയിങ് പേഴ്സ് ആർ കറക്റ്റ്ലി മാച്ച്. ഷെഡ്യൂൾസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം, കറക്റ്റ്ലി മാച്ച് ചെയ്തിട്ടുള്ള ഏതൊക്കെയെന്നുള്ള ചോദ്യം. അഞ്ചാമത് നമ്മൾ ഇവിടെ ഒന്നാമത്തെ ഇവിടെ നമുക്ക് അതേപോലെയാണ് ഓപ്ഷൻസ് വന്നിട്ട് കോഡ് നമ്മൾ തന്നിരിക്കുകയാണ്. 5th ഷെഡ്യൂൾ നോക്കിക്കേ, പ്രൊവിഷൻ റിലേറ്റിംഗ് ടു ദ അഡ്മിനിസ്ട്രേഷൻ കൺട്രോൾ ഓഫ് ദ ഷെഡ്യൂൾസ് ഏരിയാസ് ആൻഡ് ഷെഡ്യൂൾ ട്രൈബ്. 6th ഷെഡ്യൂളിനെ കുറിച്ച് അലൊക്കേഷൻ ഓഫ് ദ സീറ്റ്സ് ഇൻ ദ രാജ്യസഭ to the states and the union territories. 9th schedule എന്ന് പറഞ്ഞ acts and regulations of the state legislatures dealing with land reforms and abolition of the zamindari system. 10th schedule provisions relating to the administration of the tribal areas in the states of Assam, Meghalaya, Tripura, Mizoram എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് 4 ഷെഡ്യൂൾസ് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. എന്നിട്ട് അതിന്റെ പേര് നമ്മൾ ഇതിനകത്ത് എന്താണ് ഇൻകറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്തിരിക്കുന്നത് ഏത് എന്നുള്ള ചോദ്യം. നമുക്ക് ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. അപ്പോൾ നോക്കിയാലേ നമുക്ക് നോക്കാം, ഓരോന്നായി നോക്കി നോക്കാം. 5th ഷെഡ്യൂൾ എന്തിനെ കുറിച്ചാണ് പറയുന്നത്? പ്രൊവിഷൻ അഡ്മിനിസ്ട്രേഷൻ കൺട്രോൾ ദ ഷെഡ്യൂൾഡ് ഏരിയാസ് ആണ് അല്ലേ. നമ്മുടെ ഇന്ത്യയുടെ മെയിൻലാൻഡിലുള്ള 10 സംസ്ഥാനങ്ങൾ. ആ 10 സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? 10 സംസ്ഥാനങ്ങൾ അവിടെ ഏതൊക്കെ ഈ ഷെഡ്യൂൾഡ് ഏരിയാസ് ട്രൈബ്സ് ഉൾപ്പെടുന്ന 10 സംസ്ഥാനങ്ങൾ ഏതൊക്കെ? മെയിൻലാൻഡ് നോർത്ത് ഈസ്റ്റ് അല്ല, മെയിൻലാൻഡിലുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ ഏതെന്താണ്? ശരിയാണ്, കറക്റ്റ്ലി മാച്ച്ഡ് എന്നല്ലേ പറയാം. അപ്പോൾ 1 ഓപ്ഷൻ വരുന്ന ഏതൊക്കെ നോക്കി? എല്ലാത്തിലും ഓപ്ഷൻ വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് അതിൽ അങ്ങനെ നമുക്ക് പറ്റില്ല. ഇനി 6th ഷെഡ്യൂൾ അലൊക്കേഷൻ ഓഫ് ദ സീറ്റ്സ് ഇൻ ദ രാജ്യസഭയാണ്. സീറ്റ്സ് ഇൻ ദ രാജ്യസഭ ആൻഡ് യൂണിയൻ ടെറിട്ടറീസ് ആണ് 6th ഷെഡ്യൂളിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ആ സ്റ്റേറ്റ്മെന്റ് എന്താണ്? തെറ്റാണ്. രാജ്യസഭ സീറ്റ് അലൊക്കേഷൻസിനെ കുറിച്ച് പറയുന്നത് 6th ഷെഡ്യൂളാണോ? അല്ല. രാജ്യസഭ സീറ്റ് അലൊക്കേഷൻസിനെ കുറിച്ച് പറയുന്നത് എവിടെയാണ്? നമ്മുടെ 4th ഷെഡ്യൂളിലാണ് പറയുന്നത് അല്ലേ. 4th ഷെഡ്യൂളിലാണ് രാജ്യസഭ സീറ്റ് അലൊക്കേഷൻസിനെ കുറിച്ച് പറയുന്നത് അല്ലേ. അപ്പോൾ എന്താണ്? രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പോൾ 2 ഇല്ലാത്തതാണ് നമ്മൾ എടുക്കേണ്ടത്. 2 ഇല്ലാത്ത നോക്കിക്കേ, നമുക്ക് 1 ഇല്ലാത്തതിനകത്ത് വരെ 2 ഇല്ലാത്ത എന്ന് പറയുമ്പോൾ നമുക്ക് ഏതൊക്കെ നമുക്ക് എടുക്കാം? എന്താ ഇവിടെ 1 A 2 വന്നു. അപ്പോൾ അത് നമുക്ക് എടുക്കാം, നമുക്ക് പറ്റത്തില്ല. അപ്പോഴേ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം അല്ലേ. അപ്പോഴേ നമുക്ക് എന്ത് ചെയ്യാം? എലിമിനേറ്റ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് മൂന്നാമത് നോക്കാം. 9th ഷെഡ്യൂൾ എന്ന് പറയുന്നത് ആക്ട്സ് റെഗുലേറ്റിംഗ് ലാൻഡ് റിഫോംസിനെ കുറിച്ചുള്ള കാര്യം. അതും ശരിയാണ് അല്ലേ. ഇനി അപ്പം 1 ഉം 3 ഉം ശരിയായിട്ട് വരുന്നത് 1 ഉം 3 ഉം ശരിയായിട്ട് വരുന്നത്. ഓക്കെ, 2 ഉണ്ട്, 3 ഓപ്ഷൻസ് വരുന്നത്. ഇനി നമുക്ക് 4ാമത്തേക്ക് നോക്കാം. 10th ഷെഡ്യൂൾ പറയുന്നത് പ്രൊവിഷൻ റിലേറ്റഡ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ട്രൈബൽ ഏരിയാസ് ഇൻ ദ സ്റ്റേറ്റ്സ് ഓഫ് ആസാം, മേഘാലയ, ത്രിപുര, മിസോറാം എന്നാണ്. അത് തെറ്റാണ്. 10th ഷെഡ്യൂൾ അതിനെക്കുറിച്ച് 10th ഷെഡ്യൂൾ എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ആന്റി ഡിഫെക്ഷൻ ലോയെ കുറിച്ചാണ് പറയുന്നത് അല്ലേ. 10th ഷെഡ്യൂൾ ഏതിനെ കുറിച്ചാണ് പറയുന്നത്? ആന്റി ഡിഫെക്ഷൻ ലോയിനെ കുറിച്ചാണ് പറയുന്നത്. ആന്റി ഡിഫെക്ഷൻ ലോനെ കുറിച്ചാണ് 10th ഷെഡ്യൂൾ പറയുന്നത് അല്ലേ. കൂറുമാറ്റ നിരോധന നിയമം അല്ലേ. അപ്പോൾ നോക്കി നമുക്ക് ഏതൊക്കെയാണ് ശരി? 1 ഉം 3 ഉം ശരി. അപ്പോൾ നമ്മൾ 1 ഉം 3 ഓപ്ഷനുകൾ ഏതാണ്? ഓപ്ഷൻ സി ആണ് നമുക്ക് ശരി. ഓപ്ഷൻ സി ആണ് ശരി. ഓക്കെ,
സിക്സ്ത് ഷെഡ്യൂളാണ് എന്തിനെ കുറിച്ച് പറയുന്നത്? ഈ പറയുന്ന നോർത്ത് ഈസ്റ്റിലുള്ള സ്റ്റേറ്റ്സ് ആസാം, ത്രിപുര, മേഘാലയ, മിസോറാം എന്നീ 4 നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിൽ ഉള്ള എന്താണ് ഷെഡ്യൂൾഡ് ഏരിയാസിനെ, ട്രൈബ്സിനെ കുറിച്ചൊക്കെയാണ് ഷെഡ്യൂൾ നമ്പർ 6 പറയുന്നത്. ഷെഡ്യൂൾ നമ്പർ 10 എന്തിനെ കുറിച്ചാണ്? ആൻറ്റി ഡിഫെക്ഷൻ ലോ, കൂറുമാറ്റ നിരോധന നിയമത്തിനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, ഈ ഷെഡ്യൂൾസ് പഠിക്കാനുള്ള കോഡൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? നമ്മൾ എവിടെ പോയി പഠിച്ചാലും നമ്മൾ എല്ലാവരും ഉപയോഗിക്കുന്ന കോഡാണ് ടിയേഴ്സ് ഓഫ് ഓൾഡ് പി എം. ടിയേഴ്സ് ഓഫ് ഓൾഡ് പി എം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇത് പഠിച്ചിരുന്നാൽ നിങ്ങൾക്ക് ഇത് ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ ചെയ്യാൻ പറ്റും. ടിയേഴ്സ് ഓഫ് ഓൾഡ് പി എം. ഓക്കെ, പഠിച്ചില്ല. തെറ്റായിട്ടുള്ളത് ഏതൊക്കെയാണ്? 2ഉം 3ഉമാണ്. കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് അടുത്തതിലേക്ക് നമ്മൾ പോവുകയാണെ. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് റിലേറ്റിംഗ് ദ റൈറ്റ് ടു പ്രോപ്പർട്ടി ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഇസ് നോട്ട് കറക്റ്റ്? ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് നോക്കിയേ. റൈറ്റ് ടു പ്രോപ്പർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. റൈറ്റ് ടു പ്രോപ്പർട്ടി തെറ്റ്, നോട്ട് കറക്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നോട്ട് കറക്റ്റ് ആണ്. നോക്കിയാൽ നമുക്കിപ്പോൾ നോക്കി, ആദ്യമേ നമുക്ക് നോട്ട് കറക്റ്റ് വന്നു, പിന്നെ നമുക്ക് കറക്റ്റ് വന്നു, പിന്നെ കറക്റ്റ്ലി മാച്ച്ഡ് വന്നു, പിന്നെ നോട്ട് കറക്റ്റ് വന്നു. മാറി വരുമല്ലേ? നമ്മളെ ബ്രെയിനെ ഒന്ന് കൺഫ്യൂസ് ചെയ്യിപ്പിക്കാനുള്ള ഇതാണ് അല്ലേ? അപ്പോൾ നോക്കിയേ, റൈറ്റ് ടു പ്രോപ്പർട്ടി ഇസ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്. ഇറ്റ് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് ബേസിക് സ്ട്രക്ചർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇറ്റ് പ്രൊട്ടക്ട്സ് ദ പ്രൈവറ്റ് പ്രോപ്പർട്ടി അഗൈൻസ്റ്റ് എക്സിക്യൂട്ടീവ് ആക്ഷൻ ബട്ട് നോട്ട് അഗൈൻസ്റ്റ് ദ ലെജിസ്ലേറ്റീവ് ആക്ഷൻ. ഇൻ കേസ് ഓഫ് ദ വയലേഷൻ അഗ്രീഡ് പേഴ്സൺ കനോട്ട് മൂവ് ടു ദ ഹൈക്കോർട്ട് അണ്ടർ ആർട്ടിക്കിൾ നമ്പർ 226 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് ഏതാ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏത് എന്നുള്ള ചോദ്യം. തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ നമുക്ക് നോക്കാം. റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആണ്. ശരിയാണ്. ഭരണഘടന അതായത് നമുക്ക് അനുഭവിച്ചിരുന്ന അവകാശമാണ്. ലീഗൽ റൈറ്റ്. കോൺസ്റ്റിറ്റ്യൂഷണലി ഭരണഘടന നമുക്ക് അനുഭവിച്ചിരുന്ന നിയമപരമായിട്ടുള്ള അവകാശം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. തെറ്റായിട്ടുള്ള ഇതിനകത്ത് ഒന്നും വരില്ല. അപ്പോൾ നമുക്ക് പറ്റില്ല. ഇനി ഇറ്റ് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് ബേസിക് സ്ട്രക്ചർ. ബേസിക് സ്ട്രക്ചറിന്റെ ഭാഗമല്ല. അതും ശരിയാണ്. അപ്പോൾ 2 വരുന്ന നോക്കിയേ. തെറ്റായിട്ടുള്ള 2 വരുന്ന ഓപ്ഷൻസ് ഏതൊക്കെയുണ്ട്? ഇതുണ്ട്. ഇവനെ നമ്മൾ ഇവിടുന്ന് തന്നെ നമ്മൾ എന്ത് എലിമിനേറ്റ് ചെയ്യുകയാണ്. മൂന്നാമത്തെ പറയുന്നത് ഇറ്റ് പ്രൊട്ടക്ട്സ് ദ പ്രൈവറ്റ് പ്രോപ്പർട്ടി അഗൈൻസ്റ്റ് എക്സിക്യൂട്ടീവ് ആക്ഷൻ ബട്ട് നോട്ട് അഗൈൻസ്റ്റ് ലെജിസ്ലേറ്റീവ് ആക്ഷൻ. എക്സിക്യൂട്ടീവ് ആക്ഷനിൽ നമ്മൾ എന്ത് ചെയ്ത് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ ലെജിസ്ലേറ്റീവ് ആക്ഷൻ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നില്ല. ശരിയാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഇനി 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് നമ്മൾ നോക്കേണ്ട കാര്യമുണ്ടോ? അതില്ല. നമ്മൾ അപ്പം തന്നെ എന്താ, ഇൻ കേസ് ഓഫ് ദ വയലേഷൻ അഗ്രീഡ് പേഴ്സൺ കനോട്ട് ഗോ എന്നാണ് പറഞ്ഞത്. കനോട്ട് പോകാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. കനോട്ട് എന്നാണ് പറഞ്ഞത്. കനോട്ട് അത് തെറ്റാണ്. നോക്കിയണേ, ഈ ആർട്ടിക്കിൾ നമ്പർ 226 നമ്മൾ ഹൈക്കോടതിക്ക് റിട്ട് പ്രഖ്യാപിക്കാനുള്ള അധികാരത്തിനെയാണ് നൽകുന്നത്. ഹൈക്കോടതിക്ക് റിട്ട് പ്രഖ്യാപിക്കാനുള്ള അധികാരം അല്ലേ? ഹൈക്കോടതിക്ക് എപ്പോഴൊക്കെയാണ് റിട്ട് ജുഡിസിഷൻ യൂസ് ചെയ്യാൻ പറ്റുന്നത്? ഹൈക്കോടതിക്ക് റിട്ട് ജുഡിസിഷൻ യൂസ് ചെയ്യാൻ പറ്റുന്നത് ഒരു പൗരന്റെ മൗലികാവകാശം അല്ലേ, ഫണ്ടമെന്റൽ റൈറ്റ് നിഷേധിക്കപ്പെടുമ്പോഴും, അതേപോലെ തന്നെ ഒരു പൗരന്റെ നിയമപരമായിട്ടുള്ള അവകാശം, ലീഗൽ റൈറ്റ് അല്ലേ, നിയമപരമായിട്ടുള്ള അവകാശം നിഷേധിക്കപ്പെടുമ്പോൾ അതിനെ ലാസ്റ്റ് സോർട്ടായിട്ട് എന്ത് ചെയ്യാം? ഹൈക്കോടതിയിൽ ആർട്ടിക്കിൾ നമ്പർ 226 പ്രകാരം റിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. റിട്ട് പ്രൊവിഷനിലേക്ക് പോകാതെ ബാക്കിയുള്ള മെത്തേഡ്സ് എല്ലാം നോക്കിയതിനു ശേഷം ലാസ്റ്റ് പ്രൊവിഷൻ ആയിട്ട് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ലീഗൽ റൈറ്റ്സിന്റെ കേസിൽ റിട്ട് പ്രൊവിഷൻ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മൾ ഹൈക്കോടതിക്കാണ് സുപ്രീം കോടതിയാണ് റിട്ട് പ്രൊവിഷൻ വലുത് എന്നുള്ളതൊക്കെ നമ്മൾ പഠിക്കുന്നതാണ്. ഹൈക്കോടതിയാണ്. കാരണം എന്താണ്? ഈ പറഞ്ഞ ഹൈക്കോടതിക്ക് ഫണ്ടമെന്റൽ റൈറ്റ്സും ലീഗൽ റൈറ്റും എൻഫോഴ്സ് ചെയ്യാൻ റിട്ട് ജുഡിസിഷൻ യൂസ് ചെയ്യാം. അതുകൊണ്ടാണ് ഇവിടെ നമുക്ക് എന്താ പറയുക, കനോട്ട് എന്നാണ്. കനോട്ട് നമുക്ക് റൈറ്റ് ടു പ്രോപ്പർട്ടി നമ്മുടെ നിയമപരമായിട്ടുള്ള അവകാശമാണ്. ഭരണഘടന അനുവദിച്ചൊരു നിയമപരമായിട്ടുള്ള അവകാശമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? അതിന് ലാസ്റ്റ് സോർട്ടായിട്ട് നമുക്ക് എവിടെ പോയി എൻഫോഴ്സ് ചെയ്യാൻ? ഹൈക്കോർട്ടിലേക്ക് ആർട്ടിക്കിൾ 226 പ്രകാരം നമുക്ക് പോകാവുന്നതാണ്. അപ്പൊ അവിടെ എന്താ പറഞ്ഞേ? പോകാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. കനോട്ട് എന്നാണ് പറയുന്നത്. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് എന്താണ്? തെറ്റാണ്. ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പൊ നമുക്ക് ഇവിടെ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെ എന്നുള്ളതാണ് ചോദ്യം. തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഏതാണ്? നമ്മൾ ഈ പറഞ്ഞ ഓപ്ഷൻ ഡി ആണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് നോട്ട് കറക്റ്റ്. ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്തതിലേക്ക് നമ്മൾ പോവുകയാണ്. ഇൻ ഇന്ത്യ എ ബിൽ ഈസ് നോട്ട് ടു ബി ഡീംഡ് ടു എ മണി ബിൽ ഇഫ് ഇറ്റ് കണ്ടെയ്ൻസ്. മണി ബില്ലുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ഒരു ബില്ല് മണി ബില്ലായിട്ട് കൺസിഡർ ചെയ്യില്ല. താഴെ പറയുന്ന ഏത് പ്രൊവിഷനിലാണ് എന്നുള്ള ചോദ്യം. ഈ കാര്യം ഇതേപോലെ തന്നെ നമ്മുടെ ലക്ഷ്മികാന്ത് സാറിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ ഇതേപോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഒരു മാറ്റവും ഇല്ല. എന്തൊക്കെയാണെന്ന് നോക്കിയേ. ദ ഇമ്പോസിഷൻ, അബോളിഷൻ, റെമിഷൻ, ഓൾട്ടറേഷൻ ആൻഡ് റെഗുലേഷൻ ഓഫ് എനി ടാക്സ്. The imposition of fines or other pecuniary penalties of or the deemed or payment of fees of for license or fees of service for rendered. The appropriation of money out of the consolidated fund, the regulation of the borrowings of the money by the union government. Okay, നമ്മുടെ ചോദ്യം എന്താണ്? ബിൽ നോട്ട് ഡീംഡ് ടു ബി മണി ബില്ലാണ്. ബിൽ നോട്ട് ഡീംഡ്, സോറി ആൻസർ വന്നു പോയി. ഓക്കെ, കുഴപ്പമില്ല, പോട്ടെ. ബിൽ നോട്ട് ഡീംഡ് ടു ബി മണി ബില്ല്. മണി ബില്ലായിട്ട് കൺസിഡർ, ഏത് ബില്ലാണ് മണി ബില്ലായിട്ട് കൺസിഡർ ചെയ്യാത്തത് എന്നുള്ള ചോദ്യം. ദ ഇമ്പോസിഷൻ, അബോളിഷൻ, റെമിഷൻ ആൻഡ് ഓൾട്ടറേഷൻ ഓഫ് റെഗുലേഷൻ ഓഫ് എനി ടാക്സസ്. ഓക്കെ, അതെന്താണ്? മണി ബില്ലിൻ്റെ ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ആണ്. 2, imposition of the other pecuniary penalties or the demand or any payment or the fees or license or the fees for the service rendered. അതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് ശരിയായിട്ടുള്ള ഉത്തരവാദിത്വം. മണി ബില്ലായിട്ട് കൺസിഡർ ചെയ്യാത്തത് ഏതാണ്? ഈ പറയുന്ന ഇതാണ്.
ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് പേഴ്സ് ആർ കറക്റ്റ്ലി മാച്ച്. നോക്കിയ ചോദ്യം മനസ്സിലാക്കണം, കറക്റ്റ്ലി മാച്ച്ഡ് ആണ്. നമ്മളിവിടെ ചില കമ്മിറ്റീസ് തന്നിട്ടുണ്ട്, ആ കമ്മിറ്റീസും അതിൻ്റെ ഇത് ഡീറ്റെയിൽ തന്നിട്ടുണ്ട്, അത് ഏതൊക്കെയാണ് കറക്റ്റായിട്ട് മാച്ച് ചെയ്തിട്ടുള്ളത് എന്നാണ് നമ്മുടെ ചോദ്യം. ആദ്യത്തെ സ്വരൺ സിംഗ് കമ്മിറ്റി ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറഞ്ഞിരിക്കുന്നു. ബൽവന്ത് റായ് മെഹ്താവിന് 3 ടയർ സിസ്റ്റം ഓഫ് പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പറഞ്ഞിരിക്കുന്നു. രാജമന്നാർ കമ്മിറ്റി നമ്മുടെ 2 ടയർ സിസ്റ്റം ഓഫ് പഞ്ചായത്ത് രാജ് എന്ന് പറഞ്ഞിരുന്നത്. അശോക് മെഹ്ത കമ്മിറ്റി സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻഷിപ്പിനെ കുറിച്ചും പറഞ്ഞിരിക്കുന്നു. നോക്കിയടേ, സ്വരൺ സിംഗ് കമ്മിറ്റി നമുക്കറിയാം ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് നമ്മുടെ ഭരണഘടനയിലേക്ക് ചേർത്തത് ആര് തന്നെയാണ്? സ്വരൺ സിംഗ് കമ്മിറ്റിയാണ്. ഭരണഘടന ചേർക്കാൻ നിർദ്ദേശം നൽകിയത് ആര് തന്നെയാണ്? സ്വരൺ സിംഗ് കമ്മിറ്റി തന്നെയാണ്. ശരി ഉത്തരം 1 ശരി. 1 ഓപ്ഷൻ വരുന്ന ഏതൊക്കെയുണ്ട്? 3 എണ്ണം ഉണ്ട്. നമ്മൾ ഇവനെ അപ്പോഴേ അങ്ങോട്ട് തട്ടിക്കളഞ്ഞു, എടുത്തു കളഞ്ഞു. കറക്റ്റ്ലി മാച്ച്ഡ് ആണ് അല്ലേ? നമുക്കൊന്നില്ല. അപ്പോൾ നോക്കാം, ബൽവന്ത് റായ് മെഹ്ത കമ്മിറ്റി 3 ടയർ സിസ്റ്റം ഓഫ് പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ചാണ്. 3 ടയർ സിസ്റ്റം ഓഫ് പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ചാണ് അല്ലേ? ഫാദർ ഓഫ് പഞ്ചായത്ത് രാജ് സിസ്റ്റം ബൽവന്ത് റായ് ആണ്. ബൽവന്ത് റായ് മെഹ്ത കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് നമ്മൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് പഞ്ചായത്ത് രാജ് സിസ്റ്റം 1959 രാജസ്ഥാനിലെ നാഗൂർ ജില്ലയിൽ നമ്മൾ നടപ്പിലാക്കിയത്. 2ാമത്തെ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. 3ാമത് രാജമന്നാർ കമ്മിറ്റി 2 ടയർ സിസ്റ്റം ഓഫ് പഞ്ചായത്ത്, അത് തെറ്റാണ്. രാജമന്നാർ കമ്മിറ്റി 1969 2 ടയർ സിസ്റ്റത്തിനെ കുറിച്ചാണോ? അല്ല, സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻഷിപ്പിനെ കുറിച്ചാണ്. PV രാജമന്നാർ കമ്മിറ്റി സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പം 3ാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? തെറ്റാണ്. 3ാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പം 3 ഉത്തരം വരുന്ന ഏതൊക്കെ ഉണ്ട് എന്ന് നോക്കിക്കേ. 3 ഉത്തരം വരുന്ന 1, 2, 3. ഇത് നമുക്ക് അപ്പോഴേ തന്നെ എടുത്തു കളയാം. ഇതിനെ നമുക്ക് എടുത്തു കളയാം. അപ്പം നമുക്ക് അവസാനം നമ്മൾ ഏതിലേക്ക് വന്നു? 1ലേക്കും ഇത് എയും ഡിയിലേക്ക് നമ്മൾ വന്നു. 3ാം സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. 4ാമത് നോക്കി, അശോക് മെഹ്ത കമ്മിറ്റി സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻഷിപ്പിനെ കുറിച്ച് അതെന്താണ്? തെറ്റാണ്. അത് തെറ്റാണ്. അശോക് മെഹ്ത കമ്മിറ്റി സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻഷിപ്പ് അല്ല, 2 ടയർ സിസ്റ്റം ഓഫ് പഞ്ചായത്താണ്. 2 ടയർ സിസ്റ്റം ഓഫ് പഞ്ചായത്തിനെ കുറിച്ചാണ് ആര് പറയുന്നത്? അശോക് മെഹ്ത. അപ്പം 4 എന്താണ്? തെറ്റാണ്. 4 തെറ്റാണ്. അപ്പം നമ്മൾ ഉത്തരം ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. അടുത്ത ചോദ്യം നമ്മൾ ആരുമായിട്ട് ബന്ധപ്പെട്ടതാണ്? നമ്മുടെ റിട്ടുകളുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. ചോദ്യം നോക്കിയേ, വിച്ച് റിട്ട് അമോങ് ദ ഫോളോയിങ് ഈസ് എ കമാൻഡ് ഇഷ്യൂഡ് ബൈ ദ കോർട്ട് ടു എ പബ്ലിക് ഒഫീഷ്യൽ asking him to perform his official duties that he has failed or refused to perform, which can also be issued against any public body, a corporation, or an inferior court, a tribunal or government for the same purpose. നോക്കിയേ, സിമ്പിളായിട്ട് ഈ ചോദ്യം പറയുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന് ഡ്യൂട്ടീസ് കറക്റ്റായിട്ട് ചെയ്യുന്നില്ല. ആ സമയത്ത് ഡ്യൂട്ടീസ് കറക്റ്റായിട്ട് പറയാൻ വേണ്ടി പ്രഖ്യാപിക്കുന്ന റിട്ട് ഏതാണ്? ഇതേ സെയിം റിട്ട് തന്നെ എപ്പോൾ ഉപയോഗിക്കാവുന്നതാണ്? ഒരു പബ്ലിക് ബോഡിക്കെതിരെയോ അല്ലെങ്കിൽ കോർപ്പറേഷനെതിരെയോ, ഇനി ഒരു കീഴ്ക്കോടതിയോ ട്രൈബ്യൂണൽ അല്ലെങ്കിൽ ഒരു സംസ്ഥാന സർക്കാർ ആയിക്കോട്ടെ, അവരുടെ ഡ്യൂട്ടി കൃത്യമായിട്ട് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഡ്യൂട്ടി ചെയ്യാതിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ മര്യാദയ്ക്ക് ജോലി ചെയ്തോണം എന്ന് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന റിട്ട് ഏത് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. 4 ഓപ്ഷൻ: സെർഷ്യോററി, മാൻഡമസ്, കോ വാറന്റോ, ഹേബിയസ് കോർപ്പസ്. നോക്കിക്കേ, ഇവിടെ നമുക്ക് അറിയാവുന്ന കാര്യം നോക്കിക്കേ, ഹേബിയസ് കോർപ്പസ് അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഹേബിയസ് കോർപ്പസ് നമുക്ക് ആർക്കെതിരെയാണ്? ഒരു പബ്ലിക് ഒഫീഷ്യലിനെതിരെ, പ്രൈവറ്റ് ഇൻഡിവിജ്വലിനെതിരെ പ്രഖ്യാപിക്കാവുന്നതാണ്. പബ്ലിക് ഒഫീഷ്യലിനെ പ്രൈവറ്റ് ഇൻഡിവിജ്വലിനെതിരെ പ്രഖ്യാപിക്കാൻ ഏത് ഹേബിയസ് കോർപ്പസ് റിട്ട് എന്ന് പറയുന്നത്. ഈ ഹേബിയസ് കോർപ്പസ് റിട്ട് ഒരാളെ അനധികൃതമായിട്ട് തടവിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ നിയമത്തിന് മുന്നിൽ ഹാജരാക്കാൻ വേണ്ടി പ്രഖ്യാപിക്കുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ് റിട്ട് എന്ന് പറയുന്നത്. ഓക്കെ, നോക്കിയേ, സെർഷ്യോററിയും കോ വാറന്റോ ഇത് നമുക്ക് ആർക്കെതിരെയാണ് പ്രഖ്യാപിക്കുന്നത്? കീഴ്ക്കോടതിക്കെതിരെ മാത്രമേ സെർഷ്യോററി പ്രഖ്യാപിക്കാൻ പറ്റൂ. ഓക്കെ, സെർഷ്യോററി ആർക്കെതിരെ മാത്രമേ പറ്റത്തുള്ളൂ? നമ്മുടെ കീഴ്ക്കോടതിക്കെതിരെ മാത്രമേ നമുക്ക് പ്രഖ്യാപിക്കാൻ പറ്റത്തുള്ളൂ. കോ വാറന്റോ എപ്പോഴാണ്? കറക്റ്റ് ക്വാളിഫിക്കേഷൻ ഇല്ലാതെ ഒരാൾ ആ ഒരു പൊസിഷൻ എത്തിക്കഴിഞ്ഞാൽ ക്വാളിഫിക്കേഷൻ ഇല്ലാതെ എങ്ങനെയാണ് എത്തിയെന്ന് ചോദിക്കാൻ വേണ്ടിയുള്ള റിട്ടാണ് കോ വാറന്റോ. ഇനി മാൻഡമസ് ആണ്. നമ്മൾ ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത്. മാൻഡമസ് എന്താണ്? വി കമാൻഡ്, നാം കൽപ്പിക്കുന്നു. കൃത്യമായിട്ട് ജോലി ചെയ്യില്ലെങ്കിൽ മര്യാദയ്ക്ക് ജോലി ചെയ്തോണം എന്ന് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന റിട്ടാണ് ഏതെന്ന് പറയുന്നത്? മാൻഡമസ് റിട്ട് എന്ന് പറയുന്നത്. ഈ മാൻഡമസ് റിട്ട് ഒരു സർക്കാരിനെതിരെ, സർക്കാർ ഉദ്യോഗസ്ഥനെതിരെ, സർക്കാർ സ്ഥാപനത്തിനെതിരെ, ഈവൻ ഒരു കീഴ്ക്കോടതി പോലും അവരുടെ ഡ്യൂട്ടി കൃത്യമായിട്ട് ചെയ്യുന്നില്ലെങ്കിൽ ഡ്യൂട്ടി കൃത്യമായിട്ട് ചെയ്യൂ എന്ന് പറയാൻ വേണ്ടി പ്രഖ്യാപിക്കുന്ന റിട്ടാണ് മാൻഡമസ് റിട്ട് എന്ന്. നമ്മൾ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. സെർഷ്യോററി എന്ന് പറഞ്ഞു നോക്കിയാൽ, സെർഷ്യോററി ഒൺലി അഗൻസ്റ്റ് ലോവർ കോർട്ടാണ്. കീഴ്ക്കോടതിക്കെതിരെ മാത്രമേ പ്രഖ്യാപിക്കാൻ പറ്റൂ. ഏത്? സെർഷ്യോററി. പക്ഷേ ഈ പറഞ്ഞ മാൻഡമസ് ആർക്കെതിരെ? കീഴ്ക്കോടതിക്കെതിരെ പ്രഖ്യാപിക്കാം, സർക്കാർ സ്ഥാപനത്തിനെതിരെ, സർക്കാർ ഉദ്യോഗസ്ഥനെതിരെയൊക്കെ പ്രഖ്യാപിക്കാം അല്ലേ? സെർഷ്യോററി എപ്പോഴാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? സെർഷ്യോർ മീനിങ് എന്താണ്? ഇറ്റ് ടു സർട്ടിഫൈ എന്നാണ് അല്ലേ? ഇറ്റ് ടു സർട്ടിഫൈ എന്നാണ്. ഒരു കോടതി അവർക്ക് അധികാരമുള്ള കേസ് ഏറ്റെടുത്ത് നടത്തും, പക്ഷേ വിധി പ്രഖ്യാപനം അധികാരപരിധി ലംഘിച്ചുള്ള വിധി പ്രഖ്യാപനമാണ് എന്നുണ്ടെങ്കിൽ ആ പ്രഖ്യാപിച്ച വിധി തടയുകയും അധികാരമുള്ള കോടതിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറയുന്നതാണ് ഏത്? നമ്മുടെ സെർഷ്യോററി എന്ന് പറയുന്നത്. അതിൻ്റെ കൂട്ടം നമുക്ക് വേറെ റിട്ടുണ്ട്, പ്രൊഹിബിഷൻ റിട്ട്. പ്രൊഹിബിഷൻ അത് എന്താണ്? മീൻ ഇറ്റ് ടു പ്രൊഹിബിറ്റ് എന്നാണ്. അധികാരമില്ലാത്ത കേസ് ഏറ്റെടുത്ത് നടത്തുന്നത്
അതുമായിട്ട് മുന്നോട്ട് പോകുന്നത് തടയുന്ന റിട്ടാണ്. അതിൻ്റെ അധികാരമില്ലാതെ കേസ് ഏറ്റെടുത്ത് നടത്തുന്ന വാദപ്രതിവാദം തടയുന്ന റിട്ടാണ് ഏത് പ്രൊഹിബിഷൻ എന്ന് പറയുന്നത്. കോവാറന്റോടെ മീനിങ് എന്താണ്? ബൈ വാട്ട് അതോറിറ്റി അല്ലെങ്കിൽ ബൈ വാട്ട് ക്വാളിഫിക്കേഷൻ. ഹേബിയസ് കോർപ്പസ് എന്നാണ് വി കമാൻഡ്, നാം കൽപ്പിക്കുന്നു. ശബരിമല കേസിൽ നമ്മുടെ സുപ്രീം കോടതി കേരള സർക്കാരിനെതിരെ പ്രഖ്യാപിച്ചതാണ് മാൻഡമസ് റിട്ടാണ്. ഹേബിയസ് കോർപ്പസ് ടു ഹാവ് ദ ബോഡി ഓഫ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് വരും. കൺസിഡർ ദ ഫോളോയിങ് പവേഴ്സ് ഓഫ് ലോക്സഭ ആൻഡ് രാജ്യസഭ ഇൻ ദ ഇന്ത്യൻ പാർലമെന്റ് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് നോട്ട് കറക്റ്റ്. നോക്കി, പാർലമെന്റിൽ നമ്മുടെ ലോക്സഭയും രാജ്യസഭയുമായിട്ട് ബന്ധപ്പെട്ട പവേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏത് എന്നുള്ള ചോദ്യം. എ മണി ബിൽ ക്യാൻ ബി ഇൻട്രൊഡ്യൂസ്ഡ് ഓൺലി ഇൻ ദ ലോക്സഭ നോട്ട് ഇൻ ദ രാജ്യസഭ. മണി ബില്ല് ലോക്സഭയിലെ പ്രസന്റ് ചെയ്യാൻ പറ്റൂ, രാജ്യസഭയിൽ പ്രസന്റ് ചെയ്യാൻ പറ്റില്ല. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, രാജ്യസഭ ക്യാൻ ഓൺലി ഡിസ്കസ് ദ ബജറ്റ് ബട്ട് കനോട്ട് വോട്ട് ദ ഡിമാൻഡ് ഓൺ ദ വോട്ട് ഓൺ ഡിമാൻഡ്സ് ഫോർ ദ ഗ്രാൻഡ്സ് ആണ്. രാജ്യസഭ ആൻഡ് ലോക്സഭ ഹാവ് ഈക്വൽ പവേഴ്സ് ഇൻ ദ ഇൻട്രൊഡക്ഷൻ ആൻഡ് പാസേജ് ഓഫ് ദ ഓർഡിനറി ബിൽസ് ആണ്. Only Lok Sabha has the power in the introduction and passage of finance bill involving the expenditure from the consolidated fund of India. നോക്കിയടേ, ലോക്സഭ രാജ്യസഭയുടെ അധികാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്, പവേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം. നമുക്ക് നോക്കാം, ഓരോ സ്റ്റേറ്റ്മെന്റ് അത് നോക്കാം. മണി ബിൽ ക്യാൻ ബി ഇൻട്രൊഡ്യൂസ്ഡ് ഓൺലി ഇൻ ലോക്സഭ. ശരി ഉത്തരമാണ്. മണി ബിൽ എവിടെ മാത്രം? ലോക്സഭയിൽ മാത്രമേ. ലോക്സഭയിൽ പ്രസന്റ് ചെയ്തിട്ട് ശേഷമേ എവിടേക്ക് പോകാൻ പറ്റും? രാജ്യസഭയിൽ പോകാൻ പറ്റും. നേരെ ചെന്ന് രാജ്യസഭയിൽ പ്രസന്റ് ചെയ്യാന്ന് വെച്ചാൽ നടക്കുന്ന കാര്യമല്ല. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ശരി. രാജ്യസഭ ക്യാൻ ഡിസ്കസ് ദ ബഡ്ജറ്റ് ബട്ട് കനോട്ട് വോട്ട് ഓൺ ഡിമാൻഡ്സ് ഫോർ ദ ഗ്രാൻഡ്സ്. വോട്ട് ഓൺ ഡിമാൻഡ്സ് ഫോർ ദ ഗ്രാൻഡ്സിൽ രാജ്യസഭയ്ക്ക് എന്ത് ചെയ്യാൻ അധികാരമില്ല. ആ ഡിമാൻഡ്സ് ഫോർ ദ ഗ്രാൻഡ്സിനകത്ത് വോട്ട് ചെയ്യാനുള്ള അധികാരം ആർക്കില്ല? നമ്മുടെ ഈ പറയുന്ന രാജ്യസഭയ്ക്ക് അധികാരമില്ല എന്നാണ് പറയുന്നത്. ആ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ശരിയാണ്. ബജറ്റിന്റെ കാര്യങ്ങളൊക്കെ രാജ്യസഭ ഡിസ്കസ് ചെയ്യാം, ബട്ട് കാൻ നോട്ട് വോട്ട് ഓൺ ദ ഡിമാൻഡ്സ് ഫോർ ദ ഗ്രാൻഡ്സ്. ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. മൂന്നാം സ്റ്റേറ്റ്മെന്റ്, രാജ്യസഭ ആൻഡ് ലോക്സഭ ഈക്വൽ പവേഴ്സ് ഇൻ ദ ഇൻട്രൊഡക്ഷൻ ഓഫ് പാസേജ് ഓഫ് ഓർഡിനറി ബിൽസ്. ഒരു ഓർഡിനറി ബില്ല് എന്താണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിനും പാസ് ചെയ്യുന്നതിനും രണ്ടു പേർക്കും തുല്യ അധികാരങ്ങളാണ്. അപ്പോൾ അതും ശരി തന്നെയാണ്. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് നമ്മൾ പറയുന്നത്, നമ്മൾ ആർട്ടിക്കിൾ നമ്പർ 117 പറഞ്ഞിട്ടുള്ള ഫിനാൻസ് ബിൽ 2ന്റെ കാര്യമാണ് പറയുന്നത്. നോക്കിക്കേ, നമ്മുടെ മണി ബില്ലുണ്ട്, ഫിനാൻസ് ബില്ലുകളുണ്ട്. മണി ബില്ലുമുണ്ട്, ഫിനാൻസ് ബില്ലുകളുണ്ട്. ഓക്കെ, എല്ലാ മണി ബില്ലുകളും എന്ത് തന്നെയാണ്? ഫിനാൻസ് ബില്ലാണ്. പക്ഷേ എല്ലാ ഫിനാൻസ് ബില്ലുകളും എന്തല്ല? മണി ബില്ലല്ല. അത് പഠിച്ചിരുന്നു. എല്ലാ മണി ബില്ലുകളും എന്താണ്? ഫിനാൻസ് ബില്ലാണ്. പക്ഷേ എല്ലാ ഫിനാൻസ് ബില്ലുകളും എന്തല്ല? മണി ബില്ലല്ല. ഇവിടെ പറയുന്ന ഫിനാൻസ് ബിൽ 2നെ കുറിച്ചുള്ള കാര്യമാണ് പറയുന്നത്. ഫിനാൻസ് ബിൽ 2 ഓൺലി ലോക്സഭ ഹാസ് ദ പവർ ഇൻ ദ ഇൻട്രൊഡക്ഷൻ ആൻഡ് പാസേജ് ഓഫ് ദ ഫിനാൻസ് ബിൽസ് ഇൻവോൾവിംഗ് ദ എക്സ്പെൻഡിച്ചർ ഓഫ് കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ. എക്സ്പെൻഡിച്ചർ ഓഫ് കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ. നമുക്ക് നോക്കിക്കേ, ആ പറയുന്നത് എന്താണ്? തെറ്റാണ്. എക്സ്പെൻഡിച്ചർ ഓഫ് കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിൽ ലോക്സഭയ്ക്കും രാജ്യസഭയ്ക്കും എന്തുണ്ട്? തുല്യ ഇതാണ് ഉള്ളത് അല്ലേ? അപ്പോൾ നമ്മൾ ഏതാണ് നോട്ട് കറക്റ്റ് ആണ്, ഏതാണ് കറക്റ്റ് തെറ്റായിട്ടുള്ളത്? ഈ പറയുന്ന ഓപ്ഷൻ ഡി ആണ് തെറ്റായിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മൾ അടുത്തതിലേക്ക് നമ്മൾ പോവുകയാണ്. ഹു എമോങ് ദ ഫോളോയിങ് കാർഡ് ഇന്ത്യൻ ഫെഡറലിസം ആസ് എ കോപ്പറേറ്റീവ് ഫെഡറലിസം? ആരാണ് പറഞ്ഞത്? നമ്മുടെ ഗ്രാൻവിലെ ഓസ്റ്റിനാണ് പറഞ്ഞത്. ഓക്കെ, നമ്മുടെ എന്താണ് ബേസിക്സ്, നമ്മുടെ ഈ പറയുന്ന സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമായിരുന്നത്. ഇനി CAG-യുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ, CAG-യുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. നോക്കിയടേ, നമുക്കിവിടെ എന്താണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏത് എന്നുള്ള ചോദ്യം. തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്, Comptroller and Auditor General of India submits his audit reports relating the accounts of the central government to Chief Justice of the Supreme Court. Comptroller and Auditor General of India is not eligible for further office either under the Government of India or any state after he ceases his office. Comptroller and Auditor General of India's salary and other service conditions are determined by the Parliament. Comptroller and Auditor General of India advises the President with regard to the prescription of the form which keep accounts of the center and the state shall be kept. 4 സ്റ്റേറ്റ്മെന്റ് CAG-യുമായിട്ട് ബന്ധപ്പെട്ട് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്. നോക്കിക്കേ, CAG ഈസ് ആൻ ഏജന്റ് ഓഫ് ദ പാർലമെന്റ്. നമ്മുടെ പാർലമെന്റിന്റെ ഏജന്റ് ആണ് ആരെന്ന് പറയുന്നത്? CAG എന്ന് പറയുന്നത്. CAG നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കണക്കപ്പിള്ളയാണ്. നമ്മുടെ ഗവൺമെന്റിന്റെ എന്താ പറയുന്നത് ഓഡിറ്റിങ്ങും കാര്യങ്ങളും എല്ലാം ചെയ്യുന്ന ആരാണ്? CAG ആണ് ചെയ്യുന്നത്. ഈവൻ ദോ CAG ഈസ് ആൻ ഏജന്റ് ഓഫ് ദ പാർലമെന്റ്, CAG സബ്മിറ്റ്സ് ദ റിപ്പോർട്ട്സ് ടു ആർക്കാണ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത്? പ്രസിഡന്റ്. CAG സബ്മിറ്റ്സ് റിപ്പോർട്ട്സ് ടു പ്രസിഡന്റ് ആണ്. CAG റിപ്പോർട്ട് കൊടുക്കുന്ന ആർക്കാണ്? പ്രസിഡന്റിനാണ് കൊടുക്കുന്നത്. CAG എന്ന് പറയുന്നത് ഭരണഘടനാ സ്ഥാപനമാണ്. ആർട്ടിക്കിൾ നമ്പർ 148 മുതൽ 151 വരെയുള്ള ആർട്ടിക്കിൾസ് ആണ് ആരെക്കുറിച്ച്? CAG കുറിച്ച്. 148 മുതൽ 151 വരെയുള്ള ആർട്ടിക്കിൾസ് ആണ് ആരെക്കുറിച്ച് പറയുന്നത്? CAG-നെ കുറിച്ച് പറയുന്നത്. ആ CAG നമ്മുടെ ഗവൺമെന്റിന്റെ ഓഡിറ്റിംഗ് റിപ്പോർട്ട് തയ്യാറാക്കി ഓഡിറ്റിംഗ് റിപ്പോർട്ട് കൊടുക്കുന്ന ആർക്കാണ്? പ്രസിഡന്റിനാണ് കൊടുക്കുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിരിക്കുന്നത് CAG റിപ്പോർട്ട് കൊടുക്കുന്നത് ചീഫ് ജസ്റ്റിസിന് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചീഫ് ജസ്റ്റിസിന് കൊടുക്കുന്നത് പറഞ്ഞു, അത് തെറ്റ്.
നമ്മൾ എന്താണ് ഒന്നാം സ്റ്റേറ്റ്മെന്റ് തെറ്റ്. നമ്മുടെ നോട്ട് കറക്റ്റ് ആണ്, ഒന്നാം സ്റ്റേറ്റ്മെന്റ് തെറ്റ്. ബാക്കി അപ്പോൾ നമ്മൾ നോക്കേണ്ട കാര്യമില്ല, ബാക്കി സ്റ്റേറ്റ്മെന്റുകളെല്ലാം എന്താണ് ശരിയാണ്, ബാക്കി സ്റ്റേറ്റ്മെന്റുകളെല്ലാം ശരിയാണ്. അപ്പോൾ CAG റിപ്പോർട്ട് കൊടുക്കുന്നത് ആർക്കാണ് കൊടുക്കുന്നത്? പ്രസിഡന്റ് ആണ് കൊടുക്കുന്നത്. പ്രസിഡന്റ് ആണ് ആ റിപ്പോർട്ട് ആർക്ക് ഫോർവേഡ് ചെയ്യുന്നത്? പാർലമെന്റിന് ഫോർവേഡ് ചെയ്യുന്നത്. CAG റിപ്പോർട്ടിനെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി ഒരു പാർലമെന്ററി കമ്മിറ്റി ഉണ്ട്. ആ പാർലമെന്ററി കമ്മിറ്റിയാണ് ഏതെന്ന് പറയുന്നത്? നമ്മുടെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി, PAC എന്ന് പറയുന്നത്. CAG റിപ്പോർട്ടിനെ കുറിച്ച് പഠിക്കുന്ന പാർലമെന്ററി കമ്മിറ്റി ഏതാണ്? പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയാണ്, PAC, പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയാണ്. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവാണ്. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാനെ നിയമിക്കുന്നത് ലോക്സഭാ സ്പീക്കറാണ്. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാൻ നിയമിക്കുന്ന ആരാണ്? ലോക്സഭാ സ്പീക്കറാണ് നിയമിക്കുന്നത്. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് 22ആണ്. 15 പേര് ലോക്സഭയിൽ നിന്നും 7 പേര് രാജ്യസഭയിൽ നിന്നും. 15 പേര് ലോക്സഭയിൽ നിന്നും 7 പേര് രാജ്യസഭയിൽ നിന്നും. 22ആണ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. പഠിച്ചിരിക്കണം. ഓക്കെ, ഇനി അടുത്ത സ്റ്റേറ്റ്മെന്റിലേക്ക് പോവുകയാണ്. പെർ ഇൻക്വറിയം ജഡ്ജ്മെന്റ് മീൻസ്. പെർ ഇൻക്വറിയം ജഡ്ജ്മെന്റ് മീനിങ് എന്താണ്? ജഡ്ജ്മെന്റ് സ്റ്റാൻഡ്സ് ആസ് എ വാലിഡ് പ്രസിഡന്റ് എന്നാണോ? പാർഷ്യലി അലൗഡ് ഡിസിഷൻ എന്നാണോ? ഹാവിംഗ് നോ ബൈൻഡിങ്നെസ് ഇൻ സബ്സിക്വന്റ് ഡിസിഷൻസ് ആണോ? അതോ റിബറ്റബിൾ ജഡ്ജ്മെന്റ് എന്നാണോ? കറക്റ്റ് ആയിട്ടുള്ള ഉത്തരവ് എന്ന് പറയുന്നത് ഹാവിംഗ് നോ ബൈൻഡിങ്നെസ് ഇൻ സബ്സിക്വന്റ് ഡിസിഷൻ എന്നാണ്. പെർ ഇൻക്വറിയം ജഡ്ജ്മെന്റിന്റെ മീനിങ് ആണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. ഇനി അടുത്ത് നോക്കാം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ട്രൂ ഓഫ് ഡോക്ട്രിൻ ഓഫ് നെസസിറ്റി അപ്ലൈഡ് ടു അഡ്മിനിസ്ട്രേറ്റീവ്. നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് ലോസുമായിട്ട് ബന്ധപ്പെട്ട ഡോക്ട്രിൻ ഓഫ് നെസസിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ആവശ്യകത, ഡോക്ട്രിൻ ഓഫ് നെസസിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. നോട്ട് ട്രൂ ആണ് നമ്മൾ ചോദിച്ചത്. അഡ്മിനിസ്ട്രേറ്റീവ് ഡിസിഷൻസ് നോട്ട് ബേസ്ഡ് ഓൺ സൗണ്ട് നെസസിറ്റി ഈസ് ജസ്റ്റിഫയബിൾ. Necessity acts as an exception to bias ആണ്. The non-applicable of the doctrine in certain situations would impede justice എന്ന് പറഞ്ഞിരിക്കുന്നു. It postulates that every kind of preference made in the administrative decisions and its process need to violate an administrative action എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്ത് നോട്ട് ട്രൂ ടു അഡ്മിനിസ്ട്രേറ്റീവ് എന്താണ് ഹിയറിംഗ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ സ്റ്റേറ്റ് തെറ്റ് ഏത് എന്നുള്ള ചോദ്യം, തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏത് എന്നുള്ള ചോദിക്കുക. ആൻസർ ഓക്കെ വന്നു കഴിഞ്ഞു. അഡ്മിനിസ്ട്രേറ്റീവ് ഡിസിഷൻസ് ആർ നോട്ട് ബേസ്ഡ് ഓൺ സൗണ്ട് നെസസിറ്റി ഈസ് ജസ്റ്റിഫയബിൾ. ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറയാം. ഇനി നമുക്ക് അടുത്തതിലേക്ക് നമുക്ക് പോകാം. ഇൻ ഓർഡർ ടു ഫോം എ ന്യൂ സ്റ്റേറ്റ് വിച്ച് ഷെഡ്യൂൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ നീഡ്സ് ടു ബി അമെൻഡഡ്. നമ്മൾ പുതുതായിട്ടൊരു സംസ്ഥാനം രൂപീകരിക്കുകയാണ് അല്ലേ? അപ്പോൾ ന്യൂ സ്റ്റേറ്റ്സ് ഫോർമേഷനെ കുറിച്ച് ആർട്ടിക്കിൾ നമ്പർ 2ലും 3ലും എല്ലാം നമ്മൾ ന്യൂ സ്റ്റേറ്റ്സ് ഫോർമേഷൻ, ആർട്ടിക്കിൾ നമ്പർ 2 പറയുന്ന എസ്റ്റാബ്ലിഷ്മെന്റ് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ന്യൂ സ്റ്റേറ്റ്സ് എന്നാണ് നമ്മൾ പറയുന്നത് അല്ലേ? അതേപോലെ ആർട്ടിക്കിൾ നമ്പർ 3ലാണ് നമ്മുടെ ഇന്റേണൽ റീഅഡ്ജസ്റ്റ്മെന്റ്, അതിനകത്ത് ന്യൂ സ്റ്റേറ്റ്സിന്റെ ഫോർമേഷനെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ പുതുതായിട്ട് സംസ്ഥാനങ്ങൾ രൂപീകരിക്കാൻ നമ്മൾ ഏത് ഷെഡ്യൂളിനെ നമ്മൾ അമെൻഡ് ചെയ്യണമെന്നാണ്. ഓക്കെ, നമ്മൾ ഇന്ത്യൻ സ്റ്റേറ്റ്സിനെ കുറിച്ചും യൂണിയൻ ടെറിട്ടറീസിനെ കുറിച്ച് പറയുന്ന ഷെഡ്യൂൾ ഏതാണ് പറയുന്നത്? ഷെഡ്യൂൾ നമ്പർ 1 ആണ് പറയുന്നത് അല്ലേ? TS of Old PM ഏതാണ്? ഷെഡ്യൂൾ നമ്പർ 1-നകത്താണ്. ടെറിട്ടറീസ് ആൻഡ് യൂണിയൻ ഷെഡ്യൂൾ നമ്പർ 1-നകത്താണ്. അപ്പോൾ ഏതിനെയാണ് നമ്മൾ അമെൻഡ് ചെയ്യേണ്ടത്? ഷെഡ്യൂൾ നമ്പർ 1-നെയാണ് നമ്മൾ അമെൻഡ് ചെയ്യുന്നത്. ഷെഡ്യൂൾ നമ്പർ 1-നെയാണ് അമെൻഡ് ചെയ്യുന്നത്. സെക്കൻഡ് ഷെഡ്യൂൾ എന്തിനെ കുറിച്ചാണ്? എമോലുമെന്റ്സിനെ കുറിച്ചാണ്, സാലറിനെ കുറിച്ചാണ് അല്ലേ? എമോലുമെന്റ്സിനെ കുറിച്ചാണ് പറയുന്നത്, സാലറിനെ കുറിച്ച്. എമോലുമെന്റ്സ്, സാലറി. 10th ഷെഡ്യൂൾ നമ്മൾ നേരത്തെ നമ്മൾ പറഞ്ഞു എന്താണ്? ആന്റി ഡിഫെക്ഷൻ ലോയിനെ കുറിച്ചാണ് പറയുന്നത്. ആന്റി ഡിഫെക്ഷൻ ലോനെ കുറിച്ച് പറയുന്നു. കൂറുമാറ്റ നിരോധന നിയമത്തിനെ കുറിച്ച് പറയുന്നു. 3rd ഷെഡ്യൂൾ എന്തിനെ കുറിച്ചാണ് പറയുന്നത്? 3rd ഷെഡ്യൂൾ ആന്റി ഡിഫെക്ഷൻ ലോ. 3rd ഷെഡ്യൂൾ TEA അഫർമേഷൻ അല്ലെങ്കിൽ ഓത്തിനെ കുറിച്ച് പറയുന്നു. അഫർമേഷൻ അല്ലെങ്കിൽ ഓത്തിനെ കുറിച്ച് പറയുന്നത്. സത്യപ്രതിജ്ഞയെ കുറിച്ച് പറയുന്നത്. അഫർമേഷൻ അല്ലെങ്കിൽ ഓത്തിനെ കുറിച്ചാണ് പറയുന്നത്. ഫസ്റ്റ് ഷെഡ്യൂളാണ് നമ്മൾ എന്തിനെ കുറിച്ച് പറയുന്നത്? ടെറിട്ടറീസ് ആൻഡ് യൂണിയനെ കുറിച്ച് പറയുന്നത്. ടെറിട്ടറീസ് ആൻഡ് യൂണിയൻ അല്ലേ? ഫസ്റ്റ് ഷെഡ്യൂളാണ് പറയുന്നത് ടെറിട്ടറീസ് ആൻഡ് യൂണിയൻ. ഫസ്റ്റ് ഷെഡ്യൂളാണ് പറയുന്നത്. ഓക്കെ ആണല്ലോ, സെറ്റാണല്ലോ. നമ്മളപ്പോൾ എന്താണ് പുതിയ സ്റ്റേറ്റിലെ അമെൻമെൻറ്റ് ഏതാണ്? ഫസ്റ്റ് ഷെഡ്യൂളാണ് വരുന്നത് അല്ലേ? ഫസ്റ്റ് ഷെഡ്യൂളാണ്. നോക്കി, നമ്മുടെ ഫോർമേഷൻ ഓഫ് ന്യൂ സ്റ്റേറ്റ്സിനൊക്കെ നമുക്ക് വേണ്ടുന്നത് സിമ്പിൾ മെജോറിറ്റിയാണ്. നമ്മുടെ പാർലമെൻറ്റ് ഓർഡിനറി ലോ മേക്കിംഗ് പ്രോസസ്സാണ് കേട്ടോ. സിമ്പിൾ മെജോറിറ്റി അമെൻമെൻ്റ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സിമ്പിൾ മെജോറിറ്റി അമെൻമെൻ്റ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്തതിലേക്ക് നമുക്ക് പോകാം. നമ്മുടെ ആസ് പെർ ദ ചൈൽഡ് ലേബർ Prohibition and Regulation Act 1986, a week means a period of 7 days beginning at the midnight of എന്നാണ് നമ്മുടെ സാറ്റർഡേ ആണ്. ഓക്കെ, പഠിച്ചിരിക്കുക. റിസസ് അണ്ടർ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ സ്കീം മീൻസ്. റിസസിൻ്റെ മീനിങ് എന്ത് എന്നുള്ളതാണ് നമ്മൾ ചോദ്യം. ഇന്റർവൽ ബിറ്റ്വീൻ ദ പ്രൊറോഗേഷൻ ഓഫ് ദ പാർലമെന്റ് ആൻഡ് ഇറ്റ്സ് റീഅസംബ്ലി ഇൻ ദ ന്യൂ സെഷൻ ആണോ?
പാർലമെന്റ് ഇൻ സെഷൻ ആണോ, അഡ്ജേൺമെന്റ് ഓഫ് ദ പാർലമെന്റ് ആണോ, അതോ ഡിസൊല്യൂഷൻ ഓഫ് ദ ഹൗസ് ആണോ? ഡിസൊല്യൂഷൻ ഓഫ് ദ ഹൗസ് ആണോ? നോക്കിയേ, റിസസ് എന്ന് പറയുന്നത് എന്താ നോക്കിയേ, ആ ഒരു ഇടയ്ക്കുള്ള ഒരു ടൈം പീരീഡ് ആണ് അല്ലേ. നോക്കി, നമുക്കിവിടെ പാർലമെന്റിൽ നമ്മൾ 4 ടേംസ് ഒന്ന് നിങ്ങൾ ഓർത്തിരിക്കുക. ഒന്ന് സമൺ എന്ന് വെച്ചാൽ എന്താണ്? പാർലമെന്റ് സെഷൻസ് വിളിച്ചു കൂട്ടുന്നതിന്, അതിനെയാണ് നമ്മൾ എന്ത് പറയുക, സമൺ എന്ന് നമ്മൾ പാർലമെന്റ് സെഷൻ വിളിച്ചു കൂട്ടുന്നതിന് സമൺ എന്ന് പറയുന്നു. ഇനി അഡ്ജേൺമെന്റ് ഉണ്ട്. അഡ്ജേൺമെന്റ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ എന്താണ്, പാർലമെന്റ് ഒരു സെഷൻ നമ്മൾ കൂടിയിട്ട് നമ്മൾ എന്താണ്, ബഹളം നടക്കുകയാണ്, ഭയങ്കര ബഹളം, സെഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. നമ്മളിപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ പാർലമെന്റ് നോക്കിയാൽ നമ്മൾ കാണുന്ന ഒരു കാര്യമാണല്ലേ, ബഹളം വെക്കുന്നു, പ്ലക്കാർഡ് കാണിക്കുന്നു, ഭയങ്കര ബഹളം അല്ലേ, ധർണ നടത്തുന്നു, ബാനർ കാണിക്കുന്നു, ഭയങ്കര ബഹളം നടക്കുകയാണ്. അപ്പോൾ ബഹളം നടക്കുന്ന സമ്മേളനം കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ എന്താണ്, ആ ഒരു സെഷൻ എന്നാൽ കുറച്ച് നേരത്തേക്കോ അല്ലെങ്കിൽ കുറച്ച് മണിക്കൂറത്തേക്കോ അല്ലെങ്കിൽ ഒരു ദിവസത്തേക്കോ 1-2 ദിവസത്തേക്കോ മാത്രം താൽക്കാലികമായിട്ട് നിർത്തിവെക്കുന്നതിനാണ് അഡ്ജേൺമെന്റ് എന്ന് പറയുന്നത്. താൽക്കാലികമായിട്ട് സർട്ടൻ പീരീഡ് ഓഫ് ടൈമിൽ കുറച്ച് നേരത്തേക്ക് മാത്രം നിർത്തിവെക്കുന്നതിന് അഡ്ജേൺമെന്റ് എന്ന് നമ്മൾ പറയുന്നു. ഇനി അഡ്ജേൺമെന്റ് സൈൻഡ് ആയി ഉണ്ട്. അഡ്ജേൺമെന്റ് സൈൻഡ് ആയി എന്ന് വെച്ചാൽ ഇനി എപ്പോഴാണ് അടുത്ത കൂടാൻ പോകുന്നത് എന്ന് മെൻഷൻ ചെയ്യാതെ സെഷൻ പിരിച്ചുവിടുകയാണെന്ന് അതിനെ അഡ്ജേൺമെന്റ് സൈൻഡ് ആയി. ഡൈ എന്ന് വെച്ചാൽ അതൊന്ന് മരിച്ചുപോയി, അനിശ്ചിതകാലം. മരിച്ചുപോയി കഴിഞ്ഞാൽ പിന്നെ അതെന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അഡ്ജേൺമെന്റ് സൈൻഡ് ആയി. നിങ്ങൾ ഇപ്പോൾ ഒരു പാർലമെന്റ് സെഷൻ കൂടിക്കഴിഞ്ഞ് അത് അവസാനിക്കുമ്പോൾ നിങ്ങൾ വാർത്തയിലും പത്രത്തിലും നിങ്ങൾ വായിച്ചും കേട്ടും കാണത്തില്ലേ, അനിശ്ചിതകാലത്തേക്ക് പാർലമെന്റ് പിരിഞ്ഞിരിക്കുന്നു. അതായത് ഒരു സെഷൻ കൂടിക്കഴിഞ്ഞ് എന്തിനു വേണ്ടി ആ സെഷൻ കൂടിയത്, ആ സെഷൻ കംപ്ലീറ്റ് ആയി, അതിൻ്റെ ബിസിനസ് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ അടുത്ത എപ്പോഴാണ് കൂടാത്തത് എന്ന് പറയാതെ പിരിയുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അഡ്ജേൺമെന്റ് സൈൻഡ് ആയി എന്ന് പറയുന്നത്. ഓക്കെ, ഈ അഡ്ജേൺമെന്റ് സൈൻഡ് ആയി പ്രഖ്യാപിക്കുന്ന ആരാണ്? സഭാ അധ്യക്ഷനാണ് പ്രഖ്യാപിക്കുന്നത്. അഡ്ജേൺമെന്റ് പ്രഖ്യാപിക്കുന്ന ആര് തന്നെയാണ്? സഭയുടെ അധ്യക്ഷൻ തന്നെയാണ് പ്രഖ്യാപിക്കുന്നത്. സമൺ ചെയ്യുന്ന ആരാണ്? പ്രസിഡന്റ് ആണ് ചെയ്യുന്നത്. ഇനി ഒരെണ്ണം പ്രൊറോഗ് ഉണ്ട്. ഓക്കെ, നമ്മൾ അഡ്ജേൺമെന്റ് സൈൻഡ് ആയി പ്രഖ്യാപിച്ചതിന് ശേഷം പ്രസിഡന്റ് ആണ് എന്ത് ചെയ്യുന്നത്? പ്രൊറോഗ് പ്രഖ്യാപിക്കുന്നത്. അതായത് എന്തിനാണോ ബിസിനസ് കൂടിയത് ആ ബിസിനസ് കംപ്ലീറ്റ് ആയിരിക്കുന്നു, സഭയുടെ ആ ഒരു സെഷൻ ഔദ്യോഗികമായി അവസാനിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുന്നതിനാണ് നമ്മൾ പ്രൊറോഗ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഈ പ്രൊറോഗ് വേണമെങ്കിൽ അഡ്ജേൺമെന്റ് സൈൻഡ് ആയി ഇല്ലാതെ ഒരു സെഷൻ നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? പ്രൊറോഗേഷൻ പ്രഖ്യാപിക്കാവുന്നതാണ്. അപ്പോൾ ഒരു സെഷൻ എൻഡായി അടുത്ത സെഷൻ എന്നാണോ കൂടുന്നത് ആ ഇടയ്ക്കുള്ള ടൈം പീരീഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അഡ്ജേൺമെന്റ് സൈൻഡ് ആയി, നമ്മൾ റിസസ് എന്ന് പറയുന്നത്. ഇപ്പോൾ എന്നാണോ പാർലമെന്റ് ഒരു സെഷൻ നമ്മൾ പിരിച്ചുവിടുന്നത്, ആ സെഷൻ കഴിഞ്ഞതിന് ശേഷം ഇനി എന്നാണോ പാർലമെന്റ് അടുത്ത സെഷൻ കൂടുന്നത്, ആ രണ്ടിൻ്റെ ഇടയിലുള്ള ടൈം പീരീഡിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? റിസസ് എന്ന് വിളിക്കുന്നു. ഇന്റർവൽ ബിറ്റ്വീൻ ദ പ്രൊറോഗേഷൻ ആൻഡ് ദ പവർ ഓഫ് ദ പാർലമെന്റ് ആൻഡ് ഇറ്റ്സ് റീഅസംബ്ലി ഇൻ ദ ന്യൂ സെഷൻ. അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? റിസസ് എന്ന് നമ്മൾ വിളിക്കുന്നു. ഓപ്ഷൻ എ ആണ്. ഓക്കെ, അതായത് പ്രൊറോഗേഷനും സമണിനും ഇടയിലുള്ള ആ ഒരു ടൈം പീരീഡിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പ്രൊറോഗേഷനും സമണിനും ഇടയിലുള്ള ടൈം പീരീഡിനെയാണ് റിസസ് എന്ന് വിളിക്കുന്നത്. ഈ പ്രൊറോഗേഷൻ പ്രഖ്യാപിക്കുന്ന ആരാണ്? പ്രസിഡന്റ് ആണ് പ്രൊറോഗേഷൻ പ്രഖ്യാപിക്കുന്നത്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഡിസൊല്യൂഷൻ അറിയാമല്ലോ, നമ്മൾ ആ ഒരു സഭ പിരിച്ചുവിട്ടു, ഡിസോൾവ് ചെയ്തു, ഇനി ആ സഭയില്ല, അതാണ് ഡിസൊല്യൂഷൻ എന്ന്. അഡ്ജേൺമെന്റ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ഓക്കെ, നമുക്ക് പാർലമെന്റ് 3 സെഷൻസ് ആണ് നമുക്കുള്ളത്. ഏതൊക്കെയാണ്? ബഡ്ജറ്റ് സെഷൻ ഉണ്ട്, മൺസൂൺ സെഷൻ ഉണ്ട്, വിന്റർ സെഷൻ ഉണ്ട്. ഇങ്ങനെ 3 സെഷൻസ് ആണ് നമുക്ക് ഉള്ളത്, പഠിച്ചിരിക്കണം. മാച്ച് ദ ഫോളോയിങ് ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മളെ ബോറോഡ് ഫീച്ചേഴ്സുമായിട്ട് ബന്ധപ്പെട്ട നോക്കിയേ. കൺകറന്റ്, സസ്പെൻഷൻ ഓഫ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, മെത്തേഡ് ഓഫ് ഇലക്ഷൻ ഓഫ് പ്രസിഡന്റ്, റെസിഡുവൽ പവേഴ്സ്, അമെൻഡ്മെന്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇവിടെ നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രം വിച്ച് അഡോപ്റ്റഡ് അത് ഓസ്ട്രേലിയ, ജർമ്മനി, അയർലൻഡ്, കാനഡ, സൗത്ത് ആഫ്രിക്ക തന്നിരിക്കുന്നു. നമുക്ക് നോക്കാം. കൺകറന്റ് ലിസ്റ്റ് നമ്മൾ എവിടെ നിന്നാണ് കടമെടുത്തത്? ഓസ്ട്രേലിയയിൽ നിന്നാണ്. 1A ആണ്. 1A വരുന്ന ഓപ്ഷൻ ഏതെങ്കിലും ഉണ്ടോ? 1A വരുന്ന ഓപ്ഷൻ നോക്കിയേ. 1D ആണ്, ഇവിടെ 1B ആണ്, 1A ആണ്, 1E ആണ്. അപ്പോൾ 1A വരുന്ന ഏതേ ഉള്ളൂ? ഇതേ ഉള്ളടേ. അപ്പോൾ ബാക്കി നമുക്ക് താഴോട്ട് നോക്കേണ്ട കാര്യം ഇല്ല. ബാക്കി എല്ലാത്തിനകത്തും എന്താണ്? 1ന്റെ കൂടെ വേറെയാണ് വന്നത്. അപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ. ഇവനെ നമ്മൾ അവിടെ നിന്ന് കളഞ്ഞു, ഇവിടെ അവിടെ നിന്ന് കളഞ്ഞു, ഇവിടെ അവിടെ നിന്ന് ആര് മാത്രമേ ഉള്ളൂ? സി മാത്രമേ ഉള്ളൂ. ബാക്കി നമ്മൾ നോക്കാൻ നിൽക്കേണ്ട കാര്യം പോലും ഇല്ല. ടൈം നമ്മൾ സേവ് ചെയ്തു അല്ലേ. സസ്പെൻഷൻ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഡ്യൂറിംഗ് എമർജൻസി എവിടെയാണ്? ജർമ്മനിയിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്. 1B. മെത്തേഡ് ഓഫ് ഇലക്ഷൻ ഓഫ് പ്രസിഡന്റ് അതും എവിടെ നിന്നാണ്? അയർലൻഡിൽ നിന്ന് തന്നെയാണ്. റെസിഡുവൽ പവേഴ്സും അത് എവിടെയാണ്? കാനഡയിൽ നിന്നാണ്. അമെൻമെന്റ് എവിടെ നിന്നാണ്? സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത് അല്ലേ. ഏതാണ്? സി ആണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഓക്കെ, ഇനി ആർട്ടിക്കൽ 300A പറയുന്ന നോക്കിക്കേ. ഇവിടെ നമുക്ക് സ്റ്റേറ്റ്മെന്റ് ആയിട്ടുള്ളൊരു ഇതാണ് നോക്കാം. ആർട്ടിക്കൽ 300A പ്രൊട്ടക്ട്സ് പ്രൈവറ്റ് പ്രോപ്പർട്ടി അഗൈൻസ്റ്റ് എക്സിക്യൂട്ടീവ് ആക്ഷൻ ബട്ട് നോട്ട് അഗൈൻസ്റ്റ് ലെജിസ്ലേറ്റീവ് ആക്ഷൻ. പ്രൈവറ്റ് പ്രോപ്പർട്ടി അഗൈൻസ്റ്റ് ലെജിസ്ലേറ്റീവ് ആക്ഷൻ ബട്ട് നോട്ട് അഗൈൻസ്റ്റ് എക്സിക്യൂട്ടീവ് ആക്ഷൻ. പ്രൈവറ്റ് പ്രോപ്പർട്ടി ഫ്രം ബോത്ത് എക്സിക്യൂട്ടീവ് ആൻഡ് ലെജിസ്ലേറ്റീവ് ആക്ഷൻ. നൺ ഓഫ് ദി അബോവ്. നോക്കിയേ, ആർട്ടിക്കിൾ നമ്പർ 300A നമ്മളെന്താണ്? ആർട്ടിക്കിൾ നമ്പർ 31 പറഞ്ഞിരുന്ന ഫണ്ടമെന്റൽ റൈറ്റ് ആയിട്ട് പറഞ്ഞിരുന്ന റൈറ്റ് ടു പ്രോപ്പർട്ടീനെ നമ്മൾ അവിടെ നിന്ന് എടുത്ത് നമ്മൾ എവിടേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്? 300Aയിലേക്ക് നമ്മൾ കൊണ്ടുവന്ന് ലീഗൽ റൈറ്റ് ആക്കി മാറ്റി.
ലീഗൽ റൈറ്റ് ആക്കി മാറ്റി. ഏത് അമെൻമെൻ്റ് ആണ്? 44th അമെൻമെൻറ്റ് ആക്ട് 1978 ആണ്. നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ് അല്ലേ? അപ്പോൾ നോക്കി, നമ്മൾ ഈ പ്രോപ്പർട്ടി നമ്മൾ എന്താണ് എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി എടുക്കാൻ നമുക്ക് മതിയായിട്ടുള്ള കോമ്പൻസേഷൻ മറ്റ് കാര്യങ്ങളൊക്കെ തന്നിട്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, എടുത്തുകൊണ്ട് പോകാനൊക്കെ നമുക്ക് പറ്റത്തുള്ളൂ അല്ലേ? അല്ല ചുമ്മാ കൊണ്ടുപോകാനോ കാര്യങ്ങൾക്കോ ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. മതിയായിട്ടുള്ള കോമ്പൻസേഷൻസ് നൽകി, മാർക്കറ്റ് വാല്യൂ അനുസരിച്ചുള്ള മതിയായിട്ടുള്ള കോമ്പൻസേഷൻ മറ്റും നൽകിയതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മുടെ പ്രോപ്പർട്ടി നമ്മളിൽ നിന്ന് ഡിപ്രൈവ് നമ്മളിൽ നിന്ന് എടുത്തുകൊണ്ട് പോകേണ്ടത്. അപ്പോൾ ആ ഒരു റിലേറ്റഡ് ആയിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരു ഇതാണ് പ്രൈവറ്റ് പ്രോപ്പർട്ടി അഗൈൻസ്റ്റ് എക്സിക്യൂട്ടീവ് ആക്ഷൻ ബട്ട് നോട്ട് അഗൈൻസ്റ്റ് ലെജിസ്ലേറ്റീവ് ആക്ഷൻ. നമ്മുടെ ആർട്ടിക്കിൾ നമ്പർ 300 നമുക്ക് പ്രൊട്ടക്ഷൻ തരുന്നു എഗൻസ്റ്റ് പ്രൈവറ്റ് പ്രോപ്പർട്ടി, നമ്മുടെ സ്വകാര്യ സ്വത്തുക്കൾ എഗൻസ്റ്റ് ആരാണ്? എക്സിക്യൂട്ടീവ് ആക്ഷൻ ആണ്, നോട്ട് അഗൈൻസ്റ്റ് ദ ലെജിസ്ലേറ്റീവ് ആക്ഷൻ. ആ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ട്, ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. എക്സ് കട്ട് എ മാംഗോ ട്രീ, നല്ലൊരു ചോദ്യമാണ്. കേരള ലാൻഡ് കൺസർവൻസി ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. നമ്മൾ ഇപ്രാവശ്യം ഡിഗ്രി ലെവൽ പ്രിലിംസിലൊന്നും നമുക്ക് ലാൻഡ് റിഫോംസുമായിട്ട് ബന്ധപ്പെട്ട അധികം ചോദ്യങ്ങളൊന്നും ഇല്ലായിരുന്നല്ലേ. ഇനി പക്ഷേ ഇനി മെയിൻസിനൊക്കെ നമുക്ക് പ്രതീക്ഷിക്കും കേട്ടോ. നോക്കി, അപ്പോൾ ഡിഗ്രി ലെവൽ പ്രിലിംസിന് വിട്ടുപോയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചിലപ്പോൾ മെയിൻസിന് വരാം. അപ്പോൾ അത് നിങ്ങളൊന്ന് മനസ്സിൽ വെക്കണം കേട്ടോ. എക്സ് കട്ട് എ മാംഗോ ട്രീ ഇൻ ദ ഗവൺമെൻറ് ലാൻഡ് ആൻഡ് സെൽസ് ദ വുഡ് ഫോർ മണി. നമ്മുടെ സർക്കാരിൻ്റെ ഭൂമിയിൽ നിന്നിരുന്ന ഒരു മാംഗോ ട്രീ എന്ത് ചെയ്തു, ആരോ എക്സ് എന്ന പേരുള്ള ആരോ മുറിച്ചുകൊണ്ട് പോയി അത് വിറ്റ്. ഹീസ് ലയബിൾ അണ്ടർ ദ കേരള ലാൻഡ് കൺസർവൻസി ആക്ട്. കേരള ലാൻഡ് കൺസർവൻസി ആക്ട് പ്രകാരം അവരെന്താണ്, കുറ്റക്കാരനാണ്. അയാൾക്ക് ലഭിക്കുന്ന ശിക്ഷയുടെ കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നുമില്ല, ഏതാണ്? ഡാമേജസ് ഓഫ് ദ 3 times ഓഫ് ദ വാല്യൂ ഓഫ് ദ ട്രീ ആൻഡ് ഫൈൻ ഓഫ് ₹500 ഓർ പണിഷ്മെൻറ്റ് ഓഫ് ഇംപ്രിസൺമെൻറ്റ് എക്സീഡിങ് 6 months. ഓക്കെ, എന്താണ് ഡാമേജ്? നമ്മൾ എത്രയാണോ ഡാമേജ് വരുത്തിയത് അല്ലെങ്കിൽ അതിൻ്റെ വാല്യൂ എന്താണ് അതിൻ്റെ 3 മടങ്ങ് വരെ നമ്മളേക്ക് ഈടാക്കാം. ₹500 ഫൈനും, അല്ലെങ്കിൽ എന്താണ് 6 മാസം അതിൽ കൂടുതൽ എക്സ്റ്റെൻഡിങ് ടു ഇംപ്രിസൺമെൻറ്റ്, 6 മാസം വരെ എക്സ്റ്റെൻഡ് ചെയ്യുന്ന രീതിയിൽ എന്താണ് ഇംപ്രിസൺമെൻറ്റ് നമുക്ക് ലഭിക്കും കേട്ടോ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഇനി അടുത്ത, ആസ് പെർ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എക്സ്റ്റൻഷൻ ക്വാളിഫിക്കേഷൻ ടു ബിറ്റ് ഇലക്ഷൻ കമ്മീഷണർ. ഒരു ഇലക്ഷൻ കമ്മീഷണർ, ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആകാനുള്ള ക്വാളിഫിക്കേഷൻ എന്ത് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഓപ്ഷൻസ് നോക്കിയാൽ, ഷുഡ് ഹാവ് ആൻ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് IAS ഉദ്യോഗസ്ഥനായിരിക്കണം. ഷുഡ് ഹാവ് കംപ്ലീറ്റഡ് 35 years ഓഫ് ഏജ്, 35 വയസ്സ് തികഞ്ഞിരിക്കണം. ഷുഡ് ഹാവ് പ്രാക്ടീസ് ലോ ഫോർ നോട്ട് ലെസ് ദാൻ 5 years ഇൻ എനി ഹൈക്കോർട്ട്. ഏതെങ്കിലും ഹൈക്കോർട്ടിൽ 5 വർഷം എങ്കിലും മിനിമം പ്രാക്ടീസ് എന്ത് ചെയ്തിടണം, ലോ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ആൾക്കാരിക്കണം. ഇതൊന്നുമല്ല. നോക്കിയാലേ, നമ്മളെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് നമ്മുടെ എന്താണ്, ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്, ഭരണഘടനാ സ്ഥാപനമാണ് അല്ലേ. അപ്പോൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. പക്ഷേ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആകണമെങ്കിൽ അയാൾക്ക് അദ്ദേഹത്തിന് ആ ഒരു സ്ഥാനത്തേക്ക് വരുന്ന അദ്ദേഹത്തിന് എന്ത് ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യം കോൺസ്റ്റിറ്റ്യൂഷൻ മെൻഷൻ ചെയ്യുന്നില്ല. കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് നോട്ട് മെൻഷനിങ് അബൌട്ട് ദ ക്വാളിഫിക്കേഷൻ ടു ബിക്കം എ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ. ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആകാനുള്ള ക്വാളിഫിക്കേഷൻ ആര് പറയുന്നില്ല, കോൺസ്റ്റിറ്റ്യൂഷൻ മെൻഷൻ ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ ഇതിന് ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി, നൺ ഓഫ് ദ എബവ് ആണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ സ്ട്രെങ്ത് എത്രയെന്ന് പറയുന്നില്ല. ഇലക്ഷൻ കമ്മീഷനിൽ എത്ര അംഗങ്ങൾ ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യം എവിടെ പറയുന്നില്ല, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് മെൻഷൻ ചെയ്യുന്നില്ല. ആകെപ്പാടെ പറഞ്ഞതിൽ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഷാൾ കൺസിസ്റ്റ് ഓഫ് എ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആൻഡ് സച്ച് അതർ കമ്മീഷണേഴ്സ് ആസ് പ്രസിഡന്റ് ഡീംഡ് നെസസറി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ, ചീഫ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ വേണം. ചീഫ് ഇലക്ഷൻ കമ്മീഷണർ കഴിഞ്ഞിട്ട് സച്ച് അതർ കമ്മീഷണേഴ്സ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. ആ സച്ച് അതർ കമ്മീഷണേഴ്സിൻ്റെ എണ്ണം എത്ര എന്നുള്ളത് എവിടെ പറയുന്നില്ല, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് സ്പെസിഫൈ ചെയ്യുന്നില്ല. അത് പ്രസിഡന്റിന് ടൈം ടു ടൈം ഡിസൈഡ് ചെയ്യാമെന്നേ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. Which one of the following is not true regarding the India's reservation provisions of Convention on Elimination of all forms of discrimination against the women? അല്ലേ, കൺവെൻഷൻ ഫോർ ദ എലിമിനേഷൻ ഓഫ് ഓൾ ഫോംസ് ഓഫ് ഡിസ്ക്രിമിനേഷൻ അഗൈൻസ്റ്റ് ദ വിമൻ, അതുമായിട്ട് ബന്ധപ്പെട്ട് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏത് എന്നുള്ള ചോദ്യം. ഇറ്റ് ടു ടേക്ക് മെഷേഴ്സ് ടു എലിമിനേറ്റ് കൾച്ചറൽ ഇൻഡ്യൂസ്ഡ് സ്റ്റീരിയോടൈപ്പ് റോൾ ഓഫ് മെൻ ആൻഡ് വിമൻ. ഇറ്റ് ടു ടേക്ക് മെഷേഴ്സ് ഇൻ ചേഞ്ചിങ് പേഴ്സണൽ ലോസ് എസ്പെഷ്യലി ഇൻ മാറ്റേഴ്സ് ഓഫ് മാരേജ്, ഫാമിലി, ഗാർഡിയൻഷിപ്പ് എക്സെട്ര. റെഫറൻസസ് ഓഫ് ഡിസ്പ്യൂട്ട് ടു ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ഇൻ കേസ് ഓഫ് ഫെയിലിയർ ഓഫ് ആർബിട്രേഷൻ. ടു ടേക്ക് മെഷേഴ്സ് ടു എലിമിനേറ്റ് ഡിസ്ക്രിമിനേഷൻ ബൈ എനി പേഴ്സൺ, ഓർഗനൈസേഷൻ ഓർ എന്റർപ്രൈസ്. നമുക്ക് എന്താണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ആണ്. നോക്കി, ഇത് നമുക്ക് അറിയത്തില്ലെങ്കിൽ പോലും നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാവുന്ന ഒരു കാര്യമുള്ളൂ അല്ലേ. റെഫറൻസ് ഓഫ് ഡിസ്പ്യൂട്ട് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ഇൻ കേസ് ഓഫ് ഫെയിലിയർ ഓഫ് ദ ആർബിട്രേഷൻ. ഓപ്ഷൻ സി ആണ്. ഇനി അടുത്തതിലേക്ക് നമ്മൾ പോവുകയാണ്. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ എന്താണ് ഫീച്ചർ അല്ലാത്തത് ഏത്? നോക്കണേ, നമ്മൾ ആ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഞാൻ ആ കേസിന് അന്ന് ക്ലാസ് എടുക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞതാണ്, നിങ്ങൾ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ നമ്മുടെ ഗുഡ് ഗവേണൻസ് നല്ലതുപോലെ പഠിച്ചിട്ട് പോകണം, അതിൻ്റെ ഫീച്ചേഴ്സ് പഠിച്ചിട്ട് പോകണം. അന്ന് ഉറപ്പായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുമെന്ന് പറഞ്ഞ് കറക്റ്റ് നമ്മൾ ക്ലാസ് ഡിസ്കസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു നമുക്ക് ആ സമയത്ത് നമ്മൾ ചോദിച്ചത്. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ നമ്മൾ വേൾഡ് ബാങ്ക് നൽകി 8 പ്രിൻസിപ്പിൾസ് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കൊടുത്തായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ഫീച്ചർ അല്ലാത്തത് ഏത് എന്നുള്ളതാണ് എഫിഷ്യൻസി, എക്വിറ്റി, എഫക്റ്റീവ്നെസ് എന്ത് തന്നെയാണ് ഫീച്ചർ തന്നെയാണ്. ബ്യൂറോക്രസി എന്ന് പറയുന്നത് പബ്ലിക്
പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്തല്ല, ഒരു ഫീച്ചർ അല്ല. ബ്യൂറോക്രസി എന്ന് പറയുന്നത് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ ഫീച്ചർ അല്ല. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് അല്ലേ. റൂൾ ഓഫ് ലോ വരുന്നുണ്ട്, അതേപോലെ അക്കൗണ്ടബിലിറ്റി, ട്രാൻസ്പെറൻസി, കൺസെൻസ് ഓറിയൻറ്റഡ്, ഇതൊക്കെയാണ് നമ്മൾ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ഗുഡ് ഗവേണൻസിൻ്റെയൊക്കെ ഫീച്ചേഴ്സ് ആയിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത് എടുത്ത് പറയുന്നത്. ഓക്കെ, ഇത് നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ റെസിഡ്യൂറി പവേഴ്സ്. നോക്കിയാൽ നമുക്ക് 3 ലിസ്റ്റുകളാണ് നമുക്കുള്ളത് അല്ലേ. ഏതൊക്കെയാണ്? യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, ഇങ്ങനെ 3 ലിസ്റ്റുകളാണുള്ളത്. ഈ യൂണിയൻ ലിസ്റ്റ് എന്ന് വെച്ചാൽ ഈ കേന്ദ്ര സർക്കാരിന് മാത്രം അധികാരമുള്ള 98 സബ്ജക്ട്സ് ഇൻക്ലൂഡ് ചെയ്ത യൂണിയൻ ലിസ്റ്റ്. സ്റ്റേറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ഗവൺമെന്റ്സ് മാത്രം അധികാരം 59 സബ്ജക്ട്സ് ഇൻക്ലൂഡ് ചെയ്ത സ്റ്റേറ്റ് ലിസ്റ്റ്. കൺകറന്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ 2 പേർക്ക് തുല്യ അവകാശമുള്ള 52 സബ്ജക്ട്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കൺകറന്റ് ലിസ്റ്റ് എന്ന് പറയുന്നു. ഇത് 3 അല്ലാതെ, ഈ 3 ലിസ്റ്റിലും അല്ലാതെ നമുക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഉൾക്കൊള്ളിച്ചിട്ടുള്ളതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റെസിഡ്യൂറി ലിസ്റ്റ് എന്ന് നമ്മൾ പറയും. റെസിഡ്യൂറി ലിസ്റ്റ് എന്ന് പറയും. ഈ റെസിഡ്യൂറി ലിസ്റ്റിനുള്ള അധികാരം ആർക്ക് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ആ അധികാരം എന്ന് പറയുന്നത് സ്റ്റേറ്റിനാണോ സെൻട്രലാണോ, സ്റ്റേറ്റിന് യൂണിയൻ ടെറിട്ടറീസിനുമാണോ, അതോ ഈക്വലി ഡിവൈഡ് ബിറ്റ്വീൻ ദ സ്റ്റേറ്റ് ആൻഡ് ദ സെൻറ്റർ ആണോ? ഓക്കെ, അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് സെൻറ്ററിനാണ്. ആർക്കാണുള്ളത്? സെൻറ്ററിനാണ്. അപ്പോൾ റെസിഡ്യൂറി ലിസ്റ്റിനുള്ള അധികാരം ആർക്കാണ്? സെൻറ്ററിനാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇത്രയായിരുന്നു നമ്മുടെ കേസിന് നമ്മൾ ഫസ്റ്റ് സെഷനിൽ നമുക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻസ്. പേപ്പർ 1 നമുക്കുണ്ടായിരുന്ന ഫസ്റ്റ് സെറ്റിൽ നമുക്കുണ്ടായിരുന്ന ക്വസ്റ്റ്യൻസ് കോൺസ്റ്റിറ്റ്യൂഷൻ റിലേറ്റഡ് ആയിട്ട്. വളരെ എന്താണ് അത്രയ്ക്ക് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും അല്ലായിരുന്നു കോൺസ്റ്റിറ്റ്യൂഷൻ റിലേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ളായിരുന്നു. നമുക്ക് അത്യാവശ്യം വായിച്ച് പോയിട്ടുള്ള അത് ചെയ്യാൻ പറ്റുന്നതായിരുന്നു. ഇനി വരുന്ന പരീക്ഷകൾക്ക് പക്ഷേ കുറച്ചുകൂടെ ലെവൽ മാറാൻ കോമ്പറ്റീഷൻ കൂടുന്നതുകൊണ്ട് ലക്ഷ്മികാന്തിൻ്റെ ഇന്ത്യൻ പൊളിറ്റി ടെക്സ്റ്റ് ബുക്ക് നല്ലതുപോലെ നിങ്ങൾ വായിക്കുക. NCERT ടെക്സ്റ്റ് ബുക്സ് നിങ്ങൾ നല്ലതുപോലെ വായിക്കുക. SCERT ആയാലും കുഴപ്പമൊന്നുമില്ല. നമ്മുടെ കേസിന് റാങ്ക് ഫയൽ ആ സമയത്ത് ഇറക്കിയത്, ചാനൽ റാങ്ക് ഫയൽ ഇറക്കിയത് നല്ല പ്രയോജനപ്രദമായി തന്നെയായിരുന്നു. അപ്പോൾ നിങ്ങൾ ഇപ്പോഴേ തന്നെ പ്രിപ്പയർ ചെയ്ത് പോവുക. ഇനി നമുക്ക് അടുത്തൊരു സെഷനിൽ നമുക്ക് എന്ത് ചെയ്യാം, ബാക്കി ഇതേപോലത്തുള്ള കുറേ ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.